ഡോക്ടറെ എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1975 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ മഷൂദ് BHMS DAQ, റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ, ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ്, കേരള. 30 വർഷത്തിലധികം ചികിത്സ അനുഭവങ്ങൾ. അൺവീൽഡ് മൈക്രോ സീക്രറ്റ്സ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ്, മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ രചയിതാവ്. കൃഷിയും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ റിസർച്ച് ഇഷ്ടകാര്യം. സസ്യങ്ങൾക്ക് ഹോമിയോപ്പതി, അനുബന്ധ പഠനങ്ങൾ, ഔഷധ പ്രവർത്തന തത്വം എന്നീ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് മഷൂദ് ഡോക്ടറിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. മഷൂദ് ഡോക്ടർ വന്നിട്ടില്ലയോ? ഉണ്ടല്ലോ. ഡോക്ടറിനെ കോഹോസ്റ്റ് ആക്കാവേ. ഡോക്ടർ അഡ്മിറ്റ് ചെയ്തോളൂ. IFPHന്റെ ബഹുമാന്യരായ സംഘാടകരെ, പ്രവർത്തകരെ, ഇതിലെ സന്നിഹിതരായിരിക്കുന്ന ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി ലവേഴ്സ്, അതുപോലെ എൻ്റെ അധ്യാപകരെ, ബഹുമാന്യനായും ആദരണീയനും സർവോപരി നമ്മുടെ സിസ്റ്റത്തിൻ്റെ ആദരണീയനുമായ സാമുവൽ ഹനുമാൻ എന്നിവരെ എല്ലാം സ്മരിച്ചുകൊണ്ട് ഈ ദിവസത്തെ ക്ലാസ് ഞാൻ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പെട്ടെന്നാണ് ഈ സബ്ജക്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് ഇതൊരു വലിയ സബ്ജക്റ്റാണ്. എന്നാലും വളരെ വർഷങ്ങളായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മോഡസ് ഓപ്പറാൻഡി ഓഫ് ഹോമിയോപ്പതി മെഡിസിൻസ് എന്നുള്ളതും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ സസ്യങ്ങളിൽ കുറച്ച് പരീക്ഷണങ്ങൾ നടത്തിയ കാര്യം എല്ലാവർക്കും അറിഞ്ഞാൽ ഞാൻ കുറച്ച് ക്ലാസ്സുകൾ എടുത്തിരുന്നു. അതിലും ഈ പ്രവർത്തന തത്വം എങ്ങനെ അധിഷ്ഠിതമായി ഇരിക്കുന്നു എന്ന് ഞാൻ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയും എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. എത്രമാത്രം ഈ മോഡസ് ഓപ്പറാൻഡിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നെനിക്ക് അറിയില്ല. എന്നാലും ഒരു മണിക്കൂറിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഈ ഹോമിയോ ഔഷധങ്ങളിലുള്ള മൈന്യൂട്ട് ഡോസിനെ കുറിച്ചാണ്. നാം ഈ പദാർത്ഥങ്ങളുടെ മൈന്യൂട്ട് ഡോസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കൂടുതൽ വിശദീകരിക്കേണ്ടതല്ല. എന്നാലും അറിയാൻ വയ്യാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും. കേൾക്കുന്നവർക്കും ഇത് നല്ലതായിരിക്കുമല്ലോ. നാം എപ്പോഴും ഈ ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിലെ സസ്യങ്ങളിൽ നിന്നെടുക്കുന്നത്, ജന്തുക്കളിൽ നിന്നെടുക്കുന്നത് ഗോൾഡ്, സിൽവർ പോലുള്ള മെറ്റൽസ്, അനേകം സാൾട്ടുകൾ, പ്രകൃതിയായുള്ള ഇനേർട്ടായിട്ടുള്ള മണൽ പോലുള്ള വസ്തുക്കൾ, ഇങ്ങനെ വളരെ വൈപുല്യമായ ഒരു കളക്ഷനാണ് മെഡിസിനിൽ ഉപയോഗിക്കുന്നത്. ഇത്രമാത്രം മറ്റ് സിസ്റ്റം, യുനാനി പോലുള്ള ചില സിസ്റ്റത്തിലൊക്കെ ഇങ്ങനെ അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഔഷധങ്ങളായിട്ട് നാം ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ പൊതുവെ എല്ലാ സിസ്റ്റത്തിലും ഭൂമിയിൽ പല ഭാഗങ്ങളിലായിട്ട്, പല രാജ്യങ്ങളിൽ, പല കാലഘട്ടങ്ങളിൽ കണ്ട് ഉരുത്തിരിഞ്ഞ് വന്നവയാണ്. എല്ലാം തന്നെ പൊതുവെ ഉള്ളവയാണ് എന്നുള്ളതിലും സംശയമില്ല. അപ്പോൾ ഈ വസ്തുക്കൾ എന്നുള്ളതിനെ ഒരു പ്രധാന ഘടകമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ പദാർത്ഥങ്ങളാണ്. 2, ഇതിൻ്റെ പ്രവർത്തന തത്വം എന്ന് നാം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ പെട്ടെന്ന് ഒരു കെമിക്കൽ തലവേദനയ്ക്ക് നാം ഒരു മരുന്ന് കഴിക്കുന്നു, പെട്ടെന്ന് തലവേദന കുറയുന്നു, അത് അതിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ എഫക്റ്റ് തലയിലെ കഞ്ചക്ഷൻ ആക്കുന്നു, അല്ലെങ്കിൽ കഫത്തിനെ നീക്കം ചെയ്യുന്നു, അല്ലെങ്കിൽ മരവിപ്പിക്കുന്നു. പെയിൻ കില്ലറായിട്ട് വേദനകളെ മരവിപ്പിക്കുന്നു. ആ ഞരമ്പുകളെ മരവിപ്പിക്കുന്നത് കൊണ്ട് അത് കൂടുതലായിട്ടും അനുഭവത്തിൽ വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം നാം എപ്പോഴും മനസ്സിലാക്കുന്നത്.
എന്നാൽ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എങ്ങനെയാണ് ഈ ഹയർ ഡോസിൽ വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള മരുന്നുകളുടെ അംശം തീരെ ഇല്ലാതിരിക്കുന്ന മെറ്റീരിയൽ ഡോസ് എന്ന് പറയുന്നതിന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ചെറിയ അളവിൽ ഉണ്ടായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം വേണ്ട രീതിയിൽ മറ്റു മരുന്നുകൾ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഉപയോഗിക്കുന്ന അത്ര മാത്രയിൽ തന്നെ, അതേ അളവിൽ മാത്രയിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ സമയത്തിലും അതുപോലെ പ്രതിഫലനത്തിലും ഒരേപോലെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ശക്തി കാഴ്ചവെക്കുന്നത് എന്ന് നാം അതിശയിച്ചു പോകുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, ഈ കാര്യം എല്ലാവരും സംശയിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രവർത്തന തത്വം എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥത്തിലും വരാം. ഒന്ന് മെഡിസിനൽ തത്വം, അതായത് ഔഷധ തത്വം, ഔഷധത്തിന്റെ പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെയാണ്, അതുപോലെ തന്നെയാണ് ഇതിന്റെ ഫങ്ഷണൽ ലെവലിൽ വരുന്ന പ്രിൻസിപ്പിൾ, തത്വം. ഏത് തത്വത്തിന് അടിസ്ഥാനമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. മെഡിസിനൽ പവർ അല്ലെങ്കിൽ മെഡിസിനിലുള്ള പ്രിൻസിപ്പിളിനെയും തത്വം എന്നാണ് മെഡിസിനൽ തത്വം, മെഡിസിനിലുള്ള അല്ലെങ്കിൽ ഔഷധത്തിലുള്ള തത്വം. അപ്പൊ ഈ രണ്ട് തത്വവും തമ്മിൽ ചേർന്ന് വരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒന്നുകിൽ വിപരീതമായി അതല്ലെങ്കിൽ ആനുപാതികമായി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു റെസ്പോൺസ് ഉണ്ടാകാൻ സാധ്യത, അല്ലെങ്കിൽ ഇല്ലാതെ വരേണ്ടതാണ്. പരസ്പരം അങ്ങനെ ഒരു കമ്പാറ്റിബിലിറ്റി, ശരിക്കൊരു ഹീലിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നെങ്കിൽ മാത്രമല്ലേ അവിടെ മെഡിസിൻ്റെ ഫലം ഉണ്ടാവുകയുള്ളൂ. അത് നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവർക്കും അറിയാം, എല്ലാവരും ചിന്തിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ബയോകെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് വഴി ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുകയോ അവയെ ഡീഫോം ചെയ്യുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയല്ല യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത്. അത് ഡോക്ടർ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഈ പ്രവർത്തന തത്വം, ഇപ്പോൾ വാട്ട് ഈസ് ക്യൂറേറ്റീവ് ഇൻ മെഡിസിൻ ആൻഡ് വാട്ട് ഈസ് ക്യൂറബിൾ ഇൻ ഡിസീസ്, ഇത് നാം ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വാക്കുകളാണത്. ഇത് രണ്ടും തത്വമാണ്. മെഡിസിനിൽ ഉള്ള ക്യൂറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതും രോഗത്തിൽ നീക്കം ചെയ്യേണ്ടുന്ന ആ ഒരു ഘടകവും അല്ലെങ്കിൽ വസ്തുവും സംഭവവും, അല്ലെങ്കിൽ എന്ത് സംഗതിയാണ്, അതല്ലെങ്കിൽ എന്ത് മെറ്റീരിയലാണ്, അതല്ലെങ്കിൽ എന്ത് ഡൈനാമിസമാണ് നമുക്ക് ക്യൂറേറ്റീവായിട്ടുള്ളത് രോഗാവസ്ഥയിൽ എന്നതും രണ്ട് പ്രധാന എൻറ്റിറ്റീസാണ്. ഇവ രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് തത്വങ്ങളും ശരിക്കും കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ മാത്രമേ ഒരു റെസ്പോൺസ് ഉണ്ടാവുകയുള്ളൂ. ആ റെസ്പോൺസ് വഴിയാണ് ഒരു ക്യൂർ അല്ലെങ്കിൽ ഒരു ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഒരു രോഗാവസ്ഥ സംജാതമാകുന്നത്. അപ്പൊ രോഗത്തെ ഉണ്ടാക്കുന്ന വസ്തുക്കൾക്ക് ഈ രോഗത്തെ ഇല്ലാതാക്കാൻ കഴിയും അവ പ്രത്യേകമായ ഡൈനാമിക് സ്റ്റേറ്റിലാണെങ്കിൽ എന്ന ആ തത്വം സിമിലിബസ് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ്. ഹനുമാന് മുമ്പും ഹിപ്പോക്രറ്റ്സും എസ്ക്ലിപ്പിയസും ഒക്കെ ഈ സിദ്ധാന്തത്തെ പറ്റി മാറ്റി വെച്ചിട്ടുണ്ട്, അവർ വായിച്ചിട്ടുണ്ട്. അതായിട്ട് നമുക്ക് ഓർഗനോണിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഈ പ്രവർത്തന തത്വത്തെ കുറിച്ചാണ് നമുക്ക് ഇന്നും അജ്ഞാതമായിരിക്കുന്നത്. എന്നാൽ ഈ വസ്തുവിനെ കുറച്ച് ചില കാര്യങ്ങൾ പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ മെഡിസിനൽ പ്രിൻസിപ്പിൾസിൽ ഞാൻ പറഞ്ഞ വസ്തുക്കൾ മിക്കവാറും ഒന്നാണ്. ഇപ്പൊ ഗോൾഡ് എടുത്താലും സിൽവർ എടുത്താലും ഏതാണ്ട് 1/1000th ഓഫ് എ പാർട്ട് എന്ന ആ അളവിൽ ഇതിനെ ആദ്യം നാം ട്രൈച്ചുറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യുന്നു, പൊടിക്കുന്നു. 1 million 10 lakhs വരുന്നു. എന്നിട്ട് അതിനെ വീണ്ടും അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് നമ്മളിപ്പോ 500 ml ഈക്വൽ ആയിട്ടുള്ള വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് അത് പിന്നീട് അതിൽ നിന്നുള്ള ഒരു പോർഷനാണ് നമ്മൾ മെഡിസിൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ആവർത്തിക്ക് ഉപയോഗിക്കുന്നത്. വീണ്ടുമുള്ള ആവർത്തനങ്ങളിൽ 1/99 പാർട്സ് എന്ന ആ ഒരു തത്വം, അല്ലെങ്കിൽ 1/9 എന്നത് ഡെസിമൽ സ്കെയിലിലും 2 സ്കെയിലിലും നമ്മൾ മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആവർത്തിച്ച് വീണ്ടും 30യിൽ വരുന്നു. ഇപ്പൊ ഡൈലൂഷൻസിന്റെ കാര്യത്തിൽ ആ ഓർഗനോണിൽ തന്നെ നമുക്ക് 270 എടുത്ത് വായിച്ചാൽ അറിയാം. അപ്പോൾ വെജിറ്റബിൾസിന്റെ സൊല്യൂഷൻസിലാണെങ്കിൽ ഒരു സൊല്യൂഷൻ എടുത്താൽ ഒരു മാത്ര 2 തുള്ളി ഈക്വൽ പാർട്സോ സ്പിരിറ്റുമായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് 99 പാർട്സ്
ആയിട്ട് ചേർത്ത് നമ്മൾ 1 ഡൈലൂഷൻ ആക്കുന്നു. അതിൽ നിന്ന് വീണ്ടും എടുത്ത് 99 ചേർത്ത് രണ്ടാമത്തെ അങ്ങനെ ഒരു 20 കഴിഞ്ഞ് 30 പൊട്ടൻസി ആകുന്നു. ഇതാണ് നമ്മളിപ്പോൾ ഡൈലൂഷന്റെ കാര്യത്തിൽ നമുക്ക് ആവർത്തിച്ച് വരുന്ന കാര്യം. ഞാനിത് പറഞ്ഞത് വളരെ വേഗമായിട്ടാണ്, കൃത്യത ഒരു പക്ഷേ കുറഞ്ഞിരിക്കുക. എന്നാലും എല്ലാ പൊട്ടൻസികളും 50 മില്ലിയസിമൽ പൊട്ടൻസിയിൽ ഇടയ്ക്ക് ഒരു അല്പം വാട്ടർ ഡൈലൂട്ട് ചെയ്തിട്ട് ആ വാട്ടർ ഡിസ്റ്റിൽഡ് വാട്ടറുമായിട്ട് ചേർത്തിട്ട് അതിന് പിന്നെ 500 പാർട്സ് ഓഫ് ഷുഗറുമായിട്ട് ആൽക്കഹോളുമായിട്ട് മിക്സ് ചെയ്താണ് 50 മില്ലിയസിമൽ പൊട്ടൻസി ഡിസീസ് ഉണ്ടാക്കുന്നത്. അവിടെയും വളരെ ചെറിയ അളവിൽ മാത്രമാണ് ഈ പദാർത്ഥത്തിന്റെ ഘടകം വീണ്ടും വീണ്ടും വരുന്നത്. 2 തവണ ഈ സിൽവസമന്റിയിൽ പറഞ്ഞിരിക്കുന്ന 2 തവണ ഇങ്ങനെ സക്കസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഓരോ തവണയും 2 തവണയെ സക്കസ് ചെയ്യുന്നുള്ളൂ. അതല്ലാതെ ഇപ്പം നമ്മൾ പറയുന്ന പോലെ 3 മണിക്കൂർ ഗ്രൈൻഡ് ചെയ്യുന്നു 1 മില്യൺ ഡൈലൂഷൻ ആക്കുന്നു, അത് പറയുന്നുണ്ട്. ആ 1 മില്യൺ പാർട്ടിക്കിൾ മാത്രം ആകത്തക്ക രീതിയിൽ ഗ്രൈൻഡ് ചെയ്യുന്നത് 3 hours ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൽ നിന്നൊരു പാർട്ടിക്കിളെ സോളിഡ് പാർട്ടിക്കിൾസിനെ എടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയിരുന്നാലും ഈ ലിക്വിഡിന്റെ പോർഷനിലായിരുന്നാലും ഈ സോളിഡിന്റെ പോർഷനിലായിരുന്നാലും ഹയർ ഡൈലൂഷൻസിൽ ഇതിന്റെ പൊട്ടൻസിയിൽ ഈ മെറ്റീരിയൽ ഡോസ് ഒട്ടും തന്നെ നമുക്ക് ഇപ്പോ നാം ഈ നാനോ ലെവലിലൊക്കെ ഉള്ള സ്റ്റഡി വന്നപ്പോൾ വളരെ നാനോ ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ ചെറിയ മെറ്റീരിയൽസിന്റെ അളവ് കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാലും ഇത് ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഡോസ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിലല്ല. എന്നാൽ ഇവിടെ എല്ലാം നാം മറന്നുപോകുന്ന മറ്റൊരു കാര്യമുണ്ട്. വാട്ട് ഈസ് ക്യൂറേറ്റീവ് ഇൻ ഡിസീസ് എന്ന് പറയുമ്പോൾ രോഗാവസ്ഥയിൽ നാം ബാക്ടീരിയ വൈറസ് എന്നുള്ള ആ നിലയിൽ ഒരുപാട് വളർന്നുപോയി. അതേസമയം ഇപ്പൊ പനി എടുക്കാം, പനി, ജലദോഷം, ഇത്തരത്തിലുള്ള അനേക രോഗങ്ങൾ, രോഗലക്ഷണങ്ങൾ, രോഗങ്ങളല്ല ലക്ഷണങ്ങൾ ഇല്ലാത്ത എന്തെങ്കിലും രോഗങ്ങളുണ്ടോ? ഈവൻ വലിയ രോഗങ്ങളായ മഹാരോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കും ഈ പനി കോൺസ്റ്റന്റ് ആയിട്ടോ ഇടയ്ക്കോ വന്നുകൊണ്ടിരിക്കും. അതുപോലെ കഫം എന്ന് പറയുന്ന നമ്മുടെ ഈ സെക്രീഷൻസ് ഇതൊന്നിനും ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നത് മിക്കവാറും രോഗങ്ങളിലെല്ലാം ഒന്നിച്ച് കുറെ സിംറ്റംസ് കോമൺ ആയിട്ട് കാണുന്നതായിട്ട് കാണാം. ഇങ്ങനെ നോക്കുമ്പോൾ ഈ രോഗത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഹോമിയോപ്പതിയുടെ അടിസ്ഥാനം ഫ്ലോറ സിവിലിസ് സൈക്കോസിസും നമ്മുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന 3 ലെയേഴ്സ് ഓഫ് സെൽസും വെച്ച് നോക്കുമ്പോൾ ഈ മീസോഡോം, എൻഡോഡോം, എക്ടോഡോം എന്ന് പറയുന്ന 3 ലെയേഴ്സും വെച്ച് നോക്കുമ്പോൾ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ തന്നെ ഫ്ലോറ സിവിലിസ് സൈക്കോസിസ് ഡെവലപ്പ് ആവുന്നതിനുള്ള സാധ്യത 1. രണ്ടാമത്, നമുക്ക് ഈ രോഗാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ശരിക്കും ലെയേഴ്സ് ആയിട്ട് ഓരോ മണ്ഡലം രോഗാവസ്ഥ, ഡിസീസ്, രോഗത്തിന്റെ മണ്ഡലം ശരീരത്തിൽ ഉണ്ടാവുകയും ആ ഓരോ പാളികളായിട്ട് മാത്രം കവർ ചെയ്ത് മാത്രം അഫക്റ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ ചൈനീസ് മെഡിസിനുമായിട്ട് കമ്പയർ ചെയ്താലും ഒരുപക്ഷെ ഈ ലെയേഴ്സ് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇപ്പൊ ഈ ലെയേഴ്സ് ഓഫ് ഡിസീസ് എന്നതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, അതായത് പുറത്തേക്ക് വരുന്ന സിംറ്റമറ്റോളജിയുടെ ആവിർഭാവം ഉള്ളിൽ നിന്ന് പുറത്തേക്കാണെങ്കിലും അത് ഏത് ലെയർ വരെ അത് പുറത്തേക്ക് വരും, അങ്ങനെയാണ് ഏത് ലെയർ വരെ എത്തുമ്പോഴാണ് അതിന്റെ ഡിസീസിന്റെ സിവിയറിറ്റി എന്ന് പറയുന്നത് ആ ലെയറിന്റെ ഔട്ട്ഫോർമേഷൻ, പുറത്തേക്കുള്ള എക്സ്പ്രഷൻ എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ഒരു ലെവലിൽ നമുക്ക് അതിനെ കാണിക്കാം. അതിപ്പോ ഒരു പുതിയ കാഴ്ചപ്പാടല്ല. ഓർഗനോണിൽ ശ്രദ്ധിച്ച് വായിച്ചാലും ഹനുമാൻ ഈ കണക്കിലുള്ള ഒരു ലെയർ വ്യൂ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്രോണിക് ഡിസീസസും മയാസംസ് അതെല്ലാം പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഈ ലെയർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. സോറയുടെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് സ്കിന്നാണ്. എന്നാൽ ഇന്നർ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ പ്ലൂറിറ്റിക്കൽ എഫിഷ്യൻസ്, അതുപോലെ തന്നെ പെരിക്കാർഡിയൽ എഫിഷ്യൻസി, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം സോറയുടെ ഭാഗത്ത് തന്നെയാണ് വരുന്നത്. സിവിലിറ്റിക്കായിട്ട് വരുമ്പോൾ അത് ഡീജനറേറ്റീവ് ലെവലിലാണ് എത്തുമ്പോഴാണ് അതിനെ സിവിലിറ്റിക്കായിട്ട് കണക്കാക്കുന്നത്. ഇങ്ങനെ നമുക്ക് പറയാം. ഇനി ഇത് വേറൊരു ലെവലിൽ ഇതിനെ പറയാൻ തുടങ്ങിയാൽ സൊല്യൂബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. ഇത് മാറ്റി വെക്കുക 2 കാര്യം. ഒന്നാമത്തത് ഹോമിയോ മിനോട്ട് ഡോസ് എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗം മാറ്റി. ഇപ്പൊ രണ്ടാമത്തത് ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ ലെയേഴ്സിലാണ് ഡിസീസ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്നും അത് ഡിഫറെന്റ് ലെവൽസ് ഓഫ് പൊട്ടൻസീസിൽ നമുക്ക് അതിനെ കൂടുതൽ എബിലിറ്റി അല്ലെങ്കിൽ സാധ്യത കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ചേർത്ത് ചിന്തിക്കാവുന്ന ഇങ്ങനെയുള്ള ചെറിയ കാടൻ ചിന്തകൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ
ഞാൻ പറയുന്നതെന്ന് നേരത്തെ പറഞ്ഞു. എനിക്ക് ഇന്നൊരു അടുക്കി കിട്ടിയാന്നുണ്ടായില്ല. എൻ്റെ സാങ്കേതികത്വം, എൻ്റെ ഈ ലാപ്ടോപ്പ് മിസ്സായിട്ട് കുറേ ദിവസമായി ഒരു എടുത്ത് കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ശരിയാകാത്തത് കൊണ്ട് ഇപ്പോൾ വർക്കൊന്നും ചെയ്യാതെ പഠിക്കാതെ ഒക്കെ തയ്യാറെടുക്കാതെ ഇരുന്നിട്ടാണ് ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്ലാസ് തയ്യാറെടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇനി സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു പദാർത്ഥം ഒരു ലായകത്തിൽ, ഒരു ലായനിയിൽ ഒരു ഒരു ലവണം അല്ലെങ്കിൽ ലയിക്കുന്ന ഒരു വസ്തു ലയിച്ച് ചേരുന്നതിനാണ് സൊല്യൂഷൻ. ലയിച്ച് ചേർന്നുണ്ടാകുന്ന വസ്തുവിനാണ് ലായിനി എന്ന് പറയുന്നത്. അപ്പോൾ ലായകത്തിൽ ലയിക്കണം. ലയിപ്പിക്കുന്ന ആ ഒരു സൊല്യൂഷനെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡിനെ പറയുന്നതാണ് ലായകം. അപ്പോൾ അതിൽ ലയിച്ച് ചേരുന്നതിനെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഒരു ലായനി ഫോം ചെയ്യാൻ പറ്റൂ. ഈ സ്പിരിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു, മിക്സിബിലിറ്റി. അതായത് കൂടുതൽ മിശ്രണം ചെയ്യാൻ ഉള്ള കഴിവ് ഈ സ്പിരിറ്റിനുണ്ട്. അതായത് ഇപ്പം നമ്മൾ 20 ml അല്ലെങ്കിൽ 10 ml സ്പിരിറ്റ് എടുത്തിട്ട്, അല്ലെങ്കിൽ പ്യൂർ ആൽക്കഹോൾ നല്ല സ്ട്രോങ് ആണെങ്കിലും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അതിൽ നമ്മൾ 10 ml എന്നുള്ളത് 20 ml വാട്ടർ ചേർത്താലും മൊത്തം ഇപ്പോൾ എത്ര ml ആയി? 30 ml ആയി. പക്ഷേ ഈ 30 ml ഓരോ ഭാഗത്തും ആ സൊല്യൂഷന്റെ സിസ്റ്റത്തിൽ, ലായകം എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റത്തിൽ മാത്രമേ ഒരു ലായനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതിന്റെ വോളിയം എന്ന് പറയുന്നതും അതിന്റെ ആ ഷേപ്പ് എന്ന് പറയുന്നതും ആ സൊല്യൂഷൻ ഇരിക്കുന്ന, അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ്, അല്ലെങ്കിൽ ആ ലിക്വിഡ് ഇരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയെ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അതാണ് സിസ്റ്റം. അപ്പോൾ എയറും അതുപോലെ തന്നെ ഒരു സിസ്റ്റത്തിൽ ഇരിക്കുന്ന അതിന് വ്യാപ്തി കൂടുതൽ വരുന്നു. പക്ഷെ ഒരു സിസ്റ്റത്തിലാക്കി കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ മാത്രമേ ഇരിക്കുള്ളൂ. അതിനെ ഹീറ്റ് ചെയ്യാം, കോൾഡാക്കാം, ഹീറ്റ് കുറയ്ക്കാം, അതിനെ നന്നായിട്ട് സക്കസ് ചെയ്യാം, അല്ലെങ്കിൽ ധാരാളമായിട്ട് വ്യാപിപ്പിക്കാൻ ശ്രമിക്കാം, എല്ലാം ചെയ്യാം. ഇപ്പോൾ ഒരു ലായനിയുടെ പ്രധാന സ്വഭാവങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ലിക്വിഡ്, ഈ സ്പിരിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 30 ml 20 ml പ്ലസ് 10 ml ആയിരുന്നാൽ പോലും 30 ml അതിൻ്റെതായിട്ടുള്ള കംപ്ലീറ്റ് ഹോമോജെനിസിറ്റി എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ഹോമോജെനിസിറ്റി എല്ലായിടത്തും, അതിന്റെ ഏത് പോർഷനിൽ നമ്മൾ ഒരു ടെസ്റ്റ് വെച്ച് നോക്കിയിരുന്നാലും അവിടെ എല്ലാം ഈ സ്പിരിറ്റ് തന്നെയാണ് കാണുന്നത്. കുറച്ച് ഡൈലൂട്ടായി പോയെന്നേ ഉള്ളൂ. അതിന്റെ ഹോമോജെനിസിറ്റി കീപ്പ് ചെയ്യാനുള്ള കഴിവ് സ്പിരിറ്റിനുണ്ട്. അതിനെ, ആ പവറിനെയാണ് മിശ്രണം അല്ലെങ്കിൽ മിക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് എല്ലാ സാധനങ്ങൾക്കും ഇല്ല ഇങ്ങനെ മിക്സിബിലിറ്റി. നമ്മളിപ്പോൾ അധികം മിക്സ് ചെയ്യാതെ തന്നെ വളരെ പെട്ടെന്ന് ഒരു ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. ശരിക്കും ഒന്ന് കുലിക്കേണ്ട കാര്യമേ ഉള്ളൂ. 2 പ്രാവശ്യം സക്കസ് ചെയ്താൽ മതി എന്ന് അനിമൻ പറഞ്ഞു. പക്ഷെ അതുപോലെ നമ്മളിപ്പോൾ ഈ സ്പിരിറ്റിനകത്ത് ഇത് ചെറുതായിട്ടൊന്ന് കുലിക്കാൻ മതി, കംപ്ലീറ്റ് അത് വ്യാപിക്കും, വിശ്രമം ചെയ്യും. അതാണ് മിക്സിബിലിറ്റി. അപ്പൊ അത് 1000 മടങ്ങായിരുന്നാലും അത് ഉണ്ടായിരിക്കും. ഇനി 10,000 മടങ്ങായിരുന്നാലും ഉണ്ടായിരിക്കും. ഒരു ഡ്രോപ്പ് സ്പിരിറ്റ് നാം 10,000 ml വാട്ടറിൽ, നല്ല പ്യൂർ വാട്ടർ ആയിരുന്നാൽ, പ്രത്യേകിച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ ആണെങ്കിൽ, പ്യൂർ വാട്ടർ മീൻസ് ദർ ഇസ് നോ അതർ എലിമെന്റ്സ് ഡിസോൾവ്ഡ്, അല്ലെങ്കിൽ അതിനകത്ത് അൺഡിസോൾവ്ഡ് ആയിട്ടുള്ള എനി പാർട്ടിക്കിൾസ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള നല്ല പ്യൂർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, ഒരു വാട്ടർ ആണ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിലാണ്. അത് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ 1000 ml ഉണ്ടായിരുന്നാലും ഓരോ ഡ്രോപ്പിന്റെ ആ ഒരു സ്പിരിറ്റ് ത്രൂ ഔട്ട് എല്ലായിടത്തും കുറച്ചായിട്ട് വ്യാപിച്ചു കിടക്കും. അതിന്റെ എൻട്രോപ്പി വളരെ കൂടുതലായി വരും. ഈ എൻട്രോപ്പി എന്ന പദം സാധാരണ ഹീറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെങ്കിലും എൻട്രോപ്പിയെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറയാം. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നാം ഒരു ഗ്ലാസ്സിൽ ഒരു ഒരു ക്ലാസ് തന്നെ എടുക്കും. ഒരു ക്ലാസ്സിൽ കുറച്ച് കസേരകൾ കിടക്കുന്നു. എല്ലാം കൂടി ഒരു കസേര മൂലയിൽ എല്ലാം കൂടി ചേർത്തിട്ടൊക്കെയാണെങ്കിൽ ഇപ്പോൾ പറയാവുന്നത് അതിന്റെ എൻട്രോപ്പി കുറഞ്ഞിരിക്കുന്നു എന്നാണ്. എന്നാൽ ഈ കസേരകൾ തന്നെ എല്ലാ മൂലകളിലും എല്ലാ ഭാഗത്തേക്കും ആ റൂം മുഴുവനായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് അകലത്തിലിട്ടാൽ ഇപ്പോൾ ആ കസേരകളുടെ എൻട്രോപ്പി നേരത്തെ അപേക്ഷിച്ച് കൂടിയിരിക്കുന്നു എന്ന് പറയാം. അതാണ് ഹീറ്റ് ചെയ്യുമ്പോൾ പദാർത്ഥങ്ങൾക്ക് സംഭവിക്കുന്നത്. കൂളാക്കുമ്പോൾ അത് നേരെ വിപരീതമാവുകയും ചെയ്യും. ഈ നേരം അത് കൂളാക്കുമ്പോൾ കുറച്ച് എനർജി അതിനെ പുറത്തേക്ക് വിടുന്നു, ഹീറ്റാക്കുമ്പോൾ കുറച്ച് എനർജി അത് കീപ്പപ്പ് ചെയ്യുന്നു, അതായത് ഉള്ളിലേക്ക് എടുക്കുന്നു. എന്താണ് ഹീറ്റ് എനർജി? നമുക്കറിയാം, മെറ്റലോ മറ്റു പദാർത്ഥങ്ങളോ വരയ്ക്കുമ്പോഴോ ചൂടാക്കി വേറൊരു ഹീറ്റ്, തീ കത്തിച്ച് ചൂടാക്കുമ്പോഴോ അല്ലെങ്കിൽ പരസ്പരം അടിക്കുമ്പോഴോ അവയെ ശക്തമായ രീതിയിൽ കർഷണം അല്ലെങ്കിൽ ഉരസുമ്പോഴോ എറിയുമ്പോൾ പോലും ആ എയറുമായിട്ട് കർഷണം വരുമ്പോഴൊക്കെ ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ പദാർത്ഥങ്ങൾ ഇങ്ങനെ കർഷണം വഴിയും അടിച്ചു വരുത്തുമ്പോൾ മോളിക്യൂൾസ് തമ്മിൽ വളരെ കൂടുതൽ അകലത്തിൽ എൻട്രോപ്പിയായി ഹീറ്റ് റിലീസ് ചെയ്യുന്നത്? ഇനി കൂടുതൽ മെറ്റൽസ്, കൂടുതൽ നമ്മുടെ ഇപ്പോൾ വാട്ടർ തണുപ്പിച്ച്
അതിന്റെ മോളിക്യൂൾസ് കൂടുതൽ കൂടുതൽ അടുത്തു, തണുപ്പ് കൂടി. ഇത് ഈ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, എൻട്രോപ്പി നേരെ തിരിച്ചാണ് വാട്ടർ മോളിക്യൂൾ. അപ്പോൾ വാട്ടറിന്റെ വേറൊരു പ്രത്യേകത, ഇപ്പം ഞാൻ പറഞ്ഞു ഈ സ്പിരിറ്റിന് മിസിബിലിറ്റി കൂടുതലാണ്. അതില് ഇപ്പോൾ വാട്ടറിലേക്ക് നമ്മൾ എടുത്താലും വാട്ടർ ഈ സ്പിരിറ്റ് എല്ലാ ഭാഗത്തും കാണും. വാട്ടറിന്റെ സംബന്ധിച്ചിടത്തോളം സ്പിരിറ്റിന്റെ എൻട്രോപ്പി വളരെ കൂടിയിരിക്കുന്നു. അതൊരു ഹീറ്റും റിലീസ് ചെയ്യും. എല്ലാവർക്കും പറയും ആൽക്കഹോളിൽ നമ്മൾ വാട്ടർ ഒഴിച്ചാലും വാട്ടറിലേക്ക് ആൽക്കഹോൾ ഒഴിച്ചാലും പെട്ടെന്ന് ചൂടാവും. നല്ല ഹീറ്റ് വളരെ കൂടുതൽ, നമുക്ക് സെൻസിബിൾ ആയിട്ടുള്ള ഹീറ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. മിക്കവാറും അത് നമ്മളെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഹീറ്റ് റിലീസ് ചെയ്യുന്ന ഒരു കാര്യം. ഇത് വാട്ടറിന് അങ്ങനെയല്ല. വാട്ടർ അങ്ങനെയൊന്നല്ല. വാട്ടറിന് വേറൊരു ക്വാളിറ്റി ഉള്ളത്, ഈ വാട്ടർ ഒരു ഡ്യുവൽ, അതായത് ഇപ്പം നമ്മളിപ്പോ ഇലക്ട്രിക്കലി അതെന്താണ്, ഇനേർട്ടാണ്. അതുപോലെ ഡ്യുവൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഒരു മാഗ്നറ്റിനെ വാട്ടറുമായിട്ട് ചേർത്ത വാട്ടർ സ്വയം തന്നെ വാട്ടർ മോളിക്യൂൾസ് ഒരു അകത്തൊരു എൻട്രോപ്പി വഴി അവയുടെ മോളിക്യൂൾസ് ഒരു പ്രത്യേക രീതിയിൽ നിരക്കുകയും അപ്പൊ പുറമേ നിന്നുള്ള മാഗ്നറ്റുമായിട്ട് ഒരു ചെറിയ റിഫ്രാക്ഷൻ, അതായത് ഒരു അട്രാക്ഷനോ റിഫ്രാക്ഷനോ, അതായത് യഥാർത്ഥത്തിൽ ഇത് ഒരു സ്വഭാവം പ്രകടിപ്പിക്കും. അപ്പൊ ആ ഒരു മാഗ്നറ്റിക് സ്വയം ആയിട്ട് അതിന് മാഗ്നറ്റിക് എഫക്റ്റ് സ്വയം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് വാട്ടർ. ഗോൾഡിന് എഫക്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു, ഗോൾഡ് മെറ്റലിന്. അപ്പൊ വേറെ ചില മെറ്റലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഡ്യുവൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത് ഉള്ള ഈ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റിൽ പെട്ടെന്ന് വരുന്നതുകൊണ്ടാണ്. അപ്പൊ വാട്ടറിനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വാട്ടറിലെ ഒരു പ്രത്യേക ഘടന തന്നെ H2O, 2 ഹൈഡ്രജൻ പോസിറ്റീവ് അയൺസ് ആണ്. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അയണാണ് ഹൈഡ്രജൻ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് തന്നെ വെറും ഒരു എന്താണ്, നമുക്കറിയാം H2 എന്ന് പറയുന്നത് അറ്റോമിക് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള മെറ്റീരിയൽ ലെവലിൽ വസ്തുനിഷ്ഠമായി എന്ന് മലയാളത്തിൽ ചുമ്മാ പറയുന്നെങ്കിൽ അത് ആലങ്കാരികമായിട്ടുള്ള പരമായിട്ട് പറയുന്നതാണെങ്കിലും വാസ്തവികമായ, അത് വസ്തു എന്നുള്ള ആ ഒരു പദാർത്ഥം എന്ന വാക്കിൽ നമ്മൾ പലരും പുസ്തകങ്ങളിലൊക്കെ പലപ്പോഴും നമ്മളെല്ലാം ആ വാക്കുകളിലെല്ലാം അടിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പദാർത്ഥങ്ങൾ അറിഞ്ഞു പോയാൽ എല്ലാ വാക്കുകളും എപ്പോഴും നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. പദാർത്ഥം അവിടെയും രണ്ടർത്ഥമാണ്, എല്ലാത്തിനും രണ്ടർത്ഥമുണ്ട്. അത് മാത്രമല്ല, നാം ഒരു വാക്ക് അറിയുമ്പോൾ തന്നെ അതിനോട് ചേർന്ന് മറ്റൊരു വാക്ക് നമുക്ക് തന്നെ ചെവിയിൽ ഉണ്ടായിരിക്കും. നാം കേട്ടോണ്ടിരിക്കുന്നത്, നാം പഠിക്കുമ്പോൾ അത് അക്ഷരത്തിന്റെയും വാക്കുകളുടെയും പ്രത്യേകതയാണ്. അത് ആരുടെയും കുറ്റമല്ല. അതൊക്കെ ഈ ലോകത്തിന്റെ കാലാന്തരങ്ങളിൽ നമ്മൾ അനുഭവിച്ചു വന്ന നമ്മുടെ അറിവിന്റെ എല്ലാം സ്വപ്നയുടെ എല്ലാം ഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ്. സൈക്കോളജി കുറച്ച് വായിച്ചു നോക്കിയാൽ അതൊക്കെ അറിയാം. ഞാനൊരു MSc സൈക്കോളജി ചെയ്തു, സർട്ടിഫിക്കറ്റ് വായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ മാർക്ക് ലിസ്റ്റ് മാത്രം വാങ്ങിയിട്ടുണ്ട്. എനിക്ക് മാർക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് കിട്ടിയില്ല. എനിവേ സൈക്കോളജിക്കലായിട്ട് നമ്മൾ വളരെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ പദാർത്ഥത്തെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും. അവിടെ പാരാവിസ്മയ സൈക്കോളജിയും മറ്റുമൊക്കെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഈ മാറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ്, നമ്മൾ ഈ പറയുന്ന മധ്യായ ബോധത്തിന്റെ ഒരു പ്രത്യേക തലത്തില് നാം കാണുന്ന വെറും ഒരു ഇല്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു ഡെലൂഷൻ പോലെയാണ് ഈ ഹാലുസിനേഷനിലേക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് മാറ്റർ എന്ന് പറയുന്നത് വേണ്ടി വരും. അത് വലിയ വലിയ ഹയർ ലെവൽസിലെ സ്വാമിമാരൊക്കെ അങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. അത് പദാർത്ഥത്തെക്കുറിച്ച്, പദാർത്ഥം എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിച്ച പദാർത്ഥം അതുപോലുള്ള മറ്റൊന്നാണ്. വഴി അർത്ഥം കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ വാക്കുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടായിരിക്കുന്ന ആ ഇതില് നമ്മുടെ സ്വപ്നയാണ്. അപ്പോ നാം ഈ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാല്, നമുക്ക് വിൽ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് കൺസ്റ്റിറ്റ്യൂട്ട് ദ മാൻ എന്ന് കെന്റ് പറയുന്നു. വിൽ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് കൺസ്റ്റിറ്റ്യൂട്ട് ദ മാൻ. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, അനേക തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. നാം ചെറിയ കുഞ്ഞായി ജനിച്ചു, നാം യൂട്രസിൽ തന്നെ ആയിരുന്നപ്പോൾ നമുക്ക് സ്വപ്നം ഉണ്ടായിരുന്നു, നാം പല കാര്യങ്ങൾ അറിഞ്ഞു. വളർന്നു വരുമ്പോൾ നാം തിരിച്ചറിയുന്നു. അടുത്ത് കിടക്കുന്ന കുട്ടി ഇരട്ടയാണെങ്കിൽ അതിനെ തന്നെ ഇപ്പൊ തന്നെ നമുക്ക് ചരിത്രങ്ങളൊക്കെ കാണാം. അതിനെ അപ്പോൾ തന്നെ ഹഗ് ചെയ്യുന്നു, ചിലർ പിടിച്ചു വലിക്കുന്നു. ഈ മെഡിക്കൽ കോഡ് തന്നെ അവൻ പിടിച്ച് കളിക്കുന്നു. അവന് അപ്പോൾ തന്നെ ഈ മെക്കോണി വിക്രാൻഡി എന്ന് പറയുന്ന ആ സാധനം ഇങ്ങനെ ഉള്ളിലേക്ക് വിഴുങ്ങുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവൻ അവിടെ യൂറിനേറ്റ് ചെയ്യുന്നു, ഇത് കുറച്ച് പുറത്തേ വരുന്നത് കാണാം. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലൂടെ വളർന്ന് ഇതെല്ലാം അറിവിന്റെ ഭാഗങ്ങളിൽ വരുന്നതാണ്. അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ആദ്യത്തെ ഘടകങ്ങളാണ്. പിന്നീട് അവനെ പുറത്തു വരുമ്പോൾ നമ്മുടെ ലോകത്തിന് വൈവിധ്യങ്ങൾ പെട്ടെന്നാണ്, എത്ര വേഗമാണ് നാം അറിഞ്ഞു വരുന്നത്. ഇതെല്ലാത്തിനും എങ്ങനെ വീണ്ടും അവ സൂക്ഷിച്ചു വയ്ക്കുന്നതിനും കഴിയുന്നു. അവ പിന്നെയും മെമ്മറിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതിന് ചെറിയ പോർഷൻസിനെ എല്ലാത്തിനും എന്തായിരുന്നാലും പദാർത്ഥം ഉണ്ടായാലേ മതിയാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അപ്പോൾ പദാർത്ഥമായിട്ടുള്ള ആ ഒരു എംപിരിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റ് വളരെ നാളുകൾക്ക് മുമ്പുള്ളതാണ്, ഇപ്പോഴൊന്നും ഉള്ളതല്ല. അപ്പോൾ പദാർത്ഥങ്ങൾ ഇല്ലെങ്കിൽ ഇത് ഉണ്ടാവുമെങ്കിൽ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഇതില് യഥാർത്ഥത്തിൽ ഈ പദാർത്ഥങ്ങൾ വസ്തുക്കളായിട്ടല്ല നിലനിൽക്കുന്നത് എന്ന് മാത്രം ചിന്തിക്കണം. അങ്ങനെ വേണം. നമ്മുടെ ചിന്താഗതികൾക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും തമ്മിലുള്ള ബന്ധം സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇവ എപ്പോഴും അതേ ലെവലിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്കെല്ലാം വിശ്വസിക്കാവുന്നതാണ്. നമുക്ക് എതിർക്കാൻ പറ്റില്ല. അതിനെല്ലാം അതേ ഒരു സ്വഭാവം തന്നെ ഉണ്ടായിരിക്കണം എല്ലായ്പ്പോഴും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് നോക്കുന്നതിന് പകരം ഞാൻ ഇങ്ങോട്ട് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ കാണുന്ന റോസ് ഇന്ന മണമാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മണത്തു, എനിക്കറിയാം. അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന. നിങ്ങൾ പറയുന്നു നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മണത്തപ്പോൾ ആ വസ്തു നിങ്ങൾക്ക് അതേ മണമായിരുന്നു, അപ്പോൾ നിങ്ങൾ റോസ് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ ആ ഒരു സംജ്ഞ നമുക്ക് യൂണിവേഴ്സൽ, നമുക്കൊരു കോമൺ ആയിട്ട് തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അത് ഈ പറയുന്നത് മോളിക്കുലർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകതയിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഈ മോളിക്കുലർ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ്, നമ്മൾ കണക്കിന് കെമിസ്ട്രിയിൽ പഠിച്ചു, എല്ലാ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും അടങ്ങിയ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര, മോളിക്കൂൾ. എല്ലാ സ്വഭാവവും വരണമെന്നുണ്ടെങ്കിൽ മോളിക്കൂൾ തന്നെ വേണം. അതിൽ നിന്ന് ഒരു അല്പമെങ്കിലും മാറി ആറ്റത്തിലേക്ക് വന്നാൽ സ്വഭാവമൊന്നുമില്ല. ആറ്റത്തിന്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വെറും ഒരു ഇപ്പൊ ക്വാണ്ടം പറഞ്ഞതനുസരിച്ച് ഒൺലി എനർജി ലെവൽസിലുള്ള വൈബ്രേഷൻസ് മാത്രമാണെന്നാണ്. ഒൺലി എനർജി ലെവലിലുള്ള വൈബ്രേഷൻ സെപ്പറേഷൻ ആയിട്ട് ഓരോ വസ്തുക്കളും മാറി മാറി വരുന്നു. അവയുടെ കോൺസെൻട്രേഷൻ, ആ വൈബ്രേഷന്റെ ഇന്റൻസിറ്റിയും മറ്റുമായിട്ട് മാത്രം മാറ്റർ വ്യതിചലിച്ചു വരുന്നത്, അല്ലെങ്കിൽ വ്യതിയാനം മാറ്ററിനെ കാണുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പൊ അത് മാറ്ററിന്റെ ഹയർ ഫിസിക്സിന്റെ ഹയർ ആയിട്ടുള്ള സ്റ്റഡീസിൽ വരുന്നതാണ്. നാം ഈ വളരെ 1 മില്യൺ തന്ന ഡോക്ടർ സാമുകാരിമാന്റെ 270 കൃത്യമായിട്ടും അഹോർസത്തിൽ പറയുന്നുണ്ട് 1 മില്യൺത് പാർട്ട് ആയി വരുന്ന ഒരു വസ്തുവിന്റെ ആ അത്രയും ചെറിയ പോർഷൻ മാത്രം ആകത്തക്ക രീതിയിൽ തന്നെ ആ പൗഡർ പൾവറൈസ് ചെയ്ത് വരുന്നു. അതിനുശേഷമാണ് അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു സ്പിരിറ്റുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഭാഗത്ത് ഹയർ പൊട്ടൻസീസിൽ 50 മില്ലിയൻസിൽ വരുമ്പോൾ വാട്ടറുമായിട്ട് വരുന്നു. ഇവിടെ എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ മോളിക്യൂൾസിൽ ഇതിനകത്ത് ഇപ്പോൾ അടുത്ത കാലത്ത് വാട്ടറിന്റെ മെമ്മറി ഉള്ളതുകൊണ്ടായിരിക്കും, വാട്ടർ ഉള്ളതുകൊണ്ടായിരിക്കും വാട്ടർ കഴിക്കുന്നു. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, വളരെ കൂടുതൽ വായിച്ചിട്ടും ഞാൻ ഇത് തീർത്തും തന്നെ പറയുന്നു, ആ ഒരു വാട്ടറിന്റെ ആ കൺസെപ്റ്റും അത്തരത്തിലുള്ള സ്റ്റഡിയും എങ്ങനെ ആര് കൊണ്ടുവന്നു? നമ്മുടെ ഈ പൊട്ടൻസിയിലും നമ്മുടെ ഡിസ്പെൻസിങ്ങിലും ഒരു പക്ഷേ വാട്ടറുണ്ട്. നമ്മുടെ ഗ്ലോബ്യൂൾസ് ഡിസ്പെൻസ് ചെയ്യുന്നവർ എവിടെ വാട്ടർ വരുന്നു? ആര് വാട്ടർ കൊടുത്തു? വാട്ടർ നമ്മൾ അവര് പ്ലസിങ് മെത്തേഡിൽ നമ്മൾ വാട്ടറിന്റെ കൊടുക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വാട്ടർ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുള്ളൂ, അല്ലാതെ വാട്ടർ വരുന്നില്ല. നമ്മുടെ മെഡിസിൻസിന്റെ പ്രിപ്പറേഷനിലൊന്നും തന്നെ അധികം വാട്ടറിനുമായിട്ട് ഇൻവോൾവ് വരുന്നില്ല. ആ മാതിരി ഈ പൊട്ടൻസി ഇങ്ങനെ കൺവേ ചെയ്ത് പോകുന്നെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്യൂർ സ്പിരിറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആൽക്കോൾ തന്നെയാണ് നമ്മൾ ഈ കൺവീനിയൻസിൽ ഉപയോഗിക്കുന്നത്. പവർ ഉണ്ട്, അതിന്റെ ചാർജസ് ഉണ്ട്, അല്ലെങ്കിൽ എനർജി ഉണ്ട്, മെഡിസിന്റെ എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിങ്ങനെ കൺവേ ചെയ്ത് പൊട്ടൻസിയിലേക്ക് മാറി മാറി പോകുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും വാട്ടറിന്റെ മോളിക്കൂളുമായിട്ട് ഒരു റിലേറ്റഡ് ആയിരിക്കാൻ സാധ്യത കുറവാണ്. അവിടെ വാട്ടറിന്റെ മെമ്മറി എന്നോ മറ്റൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതിന് യാതൊരു കാര്യമില്ല. ഇതാരും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ കേട്ട് വരുന്നു വാട്ടർ മെമ്മറി ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു അവിടെ തിയറി ആയി ഇവിടെയായി എന്നൊക്കെ പറയുന്നു. വാട്ടർ ഈ ഡൈനാമിക്സത്തിന്റെ ഈ വാട്ടറിന്റെ കാര്യത്തിൽ യാതൊരു ഇതുമില്ല. ചില മറ്റിപ്പോ ഈവൻ 270 ഫോസ്ഫറസ് എന്ന് എടുത്തു പറഞ്ഞു, മെറ്റൽ ഫോസ്ഫറസ്, ഫോസ്ഫറസ് പോലുള്ള മെറ്റീരിയൽസ്, സൾഫർ പോലുള്ള മെറ്റീരിയൽസ് ഇതിനെല്ലാം ട്രൈച്ചുറേറ്റ് ചെയ്യുമ്പോൾ ആദ്യം പിന്നീടാണ് 30 പൊട്ടൻസിയിലേക്കാണ് മിനിമം പൊട്ടൻസി അദ്ദേഹം നമ്മുടെ 270 ഓർഗനിൽ പറയുന്നത്. ഞാനത് വായിച്ചിട്ടില്ല, ഞാൻ ഇപ്പോൾ എടുത്ത് കുറച്ച് വായിച്ചു. അടുത്ത കാലത്താണൊക്കെയാണ് എനിക്കിത് വളരെ കൂടുതൽ മനസ്സിലായത്. എന്നാലും ഇത്തരം മാത്രമേ എനിക്കും പറയാൻ പറ്റുന്നു. എനിക്കും ആ ഒരു സാറ്റിസ്ഫൈഡബിൾ ആയിട്ടുള്ള ഒരു ആൻസർ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം എന്നാലും ഇത്തരത്തിലുള്ള പിന്നെ മറ്റൊരു കാര്യം നമ്മളെല്ലാവരും ഇപ്പൊ എടുത്ത് പറയും, ഈ അവഗാഡ്രോ പറയുന്നത് പോലെ അവഗാഡ്രോയെ കുറിച്ച് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ഞാൻ പറയാം. ഈ അവഗാഡ്രോ എന്ന് പറയുന്നത് ഇവർ അവഗാഡ്രോ നമ്പർ എന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണെന്നറിയോ? ഒരു വസ്തുവിന്റെയാണ്, ഒരു പദാർത്ഥത്തിന്, അതൊരു സംയുക്തമാകാം, അതൊരു ഇപ്പൊ തടി ആകാം, ഒരു വെറും വുഡ് പോലും ആകാം, ആ ഒരു കെമിക്കലാകാം, ഒരു എയർ ആകാം, എന്തായാലും അതിന്റെ ഒരു മോൾ വസ്തുവില് എന്താണ് 1 മോൾ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിന്റെ അറ്റത്തിന്റെ എണ്ണം 6.03 × 10⁻23 അവഗാഡ്രോ നമ്പർ ആയിരിക്കും എന്നാണ്. അപ്പൊ അതിനെ 6.03 × 10⁻23 എന്ന് പറയുന്ന ആ ഒരു നമ്പറിനെയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്, ഒരു മോളെന്നും പറയുന്നത്. അങ്ങനെ ഒരു ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ആരും വീട്ടിൽ നിന്ന് ഉള്ളിപ്പറക്കി ഇങ്ങനെ 1 2 3 ഇത്ര കൊണ്ട് എണ്ണി നോക്കുമോനെ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടെണ്ണിച്ച് അങ്ങനെയൊന്നും ഇതല്ല, കൺസെപ്റ്റുകളാണ്. അറ്റോമിക് വെയിറ്റ് പോലെ തന്നെ അറ്റോമിക് നമ്പർ ഇത്രയും കൃത്യമായിട്ട് അറ്റോമിക് നമ്പർ മാത്രമാണ് കൃത്യമായിട്ട് പറയുന്നത്. കൃത്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക്
സങ്കല്പിക്കാൻ പോലും ഇപ്പൊ ഈ എനർജി ലെവലിൽ ക്വാണ്ടം ഫിസിക്സും ക്വാണ്ടത്തിന്റെ ആറ്റോമിക് തിയറിയൊക്കെ നിർദ്ദേശിച്ചും ഡെഫിനറ്റ് വരുമ്പോഴും അറ്റോമിക് നമ്പർ ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ്. അതിന് ഒരു മാറ്റം വന്നിട്ടില്ല. അറ്റോമിക് നമ്പറിന്റെ ആ ഒരു ഇത് അവര് ഞാൻ അവിടെ ഫസ്റ്റ് ഇയർ കോളേജ് പഠിച്ചിരുന്നത് SP3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു ഞങ്ങളത് ടെക്സ്റ്റ് സെക്കൻഡ് ഇയർ പഠിച്ചിട്ട് അങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്നിട്ട് എനിക്ക് ട്രൈച്ചുറേഷനെ പറ്റി ഇങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോൾ ഞാൻ എടുത്ത വാക്കുന്നതിനെ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ പെട്ടെന്ന് തോന്നി. ഇത്രയും നിസ്സാരമായ ഒരു കാര്യം എന്തുകൊണ്ട് അത് പറയുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോയി. നമ്മൾ ട്രൈച്ചുറേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ലെവലിൽ ഇലക്ട്രോൺസിന്റെ അനേകം ഷേപ്പുണ്ട്. ബാഹ്യതമ ഷെല്ല് എന്നാണ്. അതായത് ഇലക്ട്രോൺസ് ഏറ്റവും പുറമെ കറങ്ങുന്ന ആ ഇലക്ട്രോൺസിനെ തന്നെ ഒരു ചെറിയ മാറ്റം അതിന്റെ ഒരു അപ്പൊ SP3 എന്നുള്ളതിന് വീണ്ടും പിയിലുള്ളത് ഒരു കുറച്ച് എസിലോട്ട് ചാഞ്ഞ് താഴോട്ട് പോവുകയോ എസിലുള്ളതിനെ ഒന്ന് ഹൈബ്രിഡ് എക്സൈറ്റ് ചെയ്ത് അത് പിയിലോട്ട് ഒന്ന് വരുമ്പോൾ നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ചേഞ്ചാണ് ആ വസ്തുവിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു റിലീസ് ആവുന്നത്. അത് ഒരുപാട് പേര് മീസോൺസ്, ഫോട്ടോൺസ്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇതിനകത്തുനിന്ന് ഇപ്പൊ കണ്ടുപിടിക്കുന്ന ആൽഫ ഗണങ്ങളും ബീറ്റ ഗണങ്ങളും എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഈ എനർജി ലെവലിൽ പഠിച്ചാൽ നമുക്ക് ഒരിടത്തും എത്താൻ പോകുന്നില്ല. ഈ മെഡിസിനൽ സബ്സ്റ്റൻസസ് എന്നാൽ ആ വസ്തു അവിടെ തന്നെ ഇരിക്കും. അങ്ങനെയുള്ള ചെറിയ ചേഞ്ചസ് വന്നാലും മോളിക്യൂൾസിന് വലിയ ചേഞ്ചസ് ഒന്നും വരില്ല. കോടിക്കണക്കിനല്ല, ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ആറ്റംസും മോളിക്യൂൾസും ആണ് ഒരു ചെറിയ ഗ്രാം പദാർത്ഥത്തിൽ ഇരിക്കുന്നത്. ഒരു ഗ്രാം വസ്തുവിൽ എന്നതാണ് നമ്മളിപ്പോൾ മോളിന് വേറൊരു എക്സ്പ്ലനേഷൻ പറയുന്നത്. ഒരു ഗ്രാം പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണമാണ് 6.02 × 10⁻23 എന്ന് പറയുന്നത്. അപ്പൊ ആ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് തന്നെ ഇതിനകത്ത് ഏത് വരും? ഇപ്പൊ ഉപ്പെടുത്താൽ സോഡിയത്തിന്റെ ഉണ്ട്, ക്ലോറിന്റെ ഉണ്ട്, അതിലിരിക്കുന്ന വാട്ടറിന്റെ അളവുണ്ട്, അതിലിരിക്കുന്ന ബാക്കി അയഡിന്റെ അളവുണ്ട്, അതിനകത്തുള്ള ബ്രോമിനുണ്ട്, പിന്നെ മറ്റ് എലിമെന്റ്സ് എല്ലാം ഉണ്ട്, അലൂമിനിയം ഉണ്ട്, എല്ലാം ചേർന്ന ഒരു ഉപ്പിന്റെ ഒരു ചെറിയ ഗ്രാം. അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒന്നിച്ചുള്ള ഒരു ഘടകം, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര എണ്ണം വേണമെന്നാണ് ഇദ്ദേഹത്തിന്റെ മോളിൽ അളവിൽ പറഞ്ഞാൽ, അവഗാഡ്രോ നിയമത്തിൽ പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ആ ഒരു ഇതും ചേർത്ത് ഒന്ന് കാണണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. ഒന്ന് വാട്ടറിനെ പറയുമ്പോൾ അത് ഇത് കൂടി ഒന്ന് മനസ്സിൽ എടുക്കുക, ഈ അവഗാഡ്രോ എന്ന് പറയുമ്പോൾ ഇത് കൂടി എടുക്കുക. ഇതിന് മറ്റൊരു കൺസെപ്റ്റ് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തത്, എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഉള്ളായിരുന്നു. ബ്രൗണിയൻ മൂവ്മെന്റ്സ് എന്ന് പറയുന്ന സൊല്യൂഷനിലുള്ളതാണ്. ഇപ്പോ ഈ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ എല്ലാ ലിക്വിഡിലും ഇതിനകത്ത് കിടക്കുന്ന പദാർത്ഥങ്ങൾ, ആറ്റം എപ്പോഴും എന്ത് ചെയ്യുന്നു? ഒന്ന് പെട്ടെന്ന് നിൽക്കുന്നില്ല അവരെടുത്ത്. അത് തെന്നി ഒന്നിന് തട്ടുന്നു, അതിൽ നിന്ന് ഇങ്ങോട്ട് വെട്ടുന്നു, അത് മറ്റൊരിടത്തോട്ട് പോകുന്നു, അവിടെ നിന്ന് മറ്റൊരിടത്തോട്ട് പോകുന്നു. ഇങ്ങനെ സദാസമയവും ഇതിലുള്ള ഐറ്റംസ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് മോഷനിലാണ്. ആ കോൺസ്റ്റന്റ് മോഷനെയാണ് ബ്രൗണിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരിൽ ബ്രൗണിയൻ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രൗണിയൻ മൂവ്മെന്റ്സ് കണ്ടമാനം ഇരിക്കെ തന്നെ നാം ഇങ്ങനെ സക്കസ് ചെയ്യുകയാണ്. സ്ട്രോങ് സക്കഷൻ എന്ന് എടുത്ത് പറയുന്നത്. അതും എബണയർ അല്ലെങ്കിൽ തുണി പോലുള്ള കട്ടയായിട്ടുള്ള വേർഷനിൽ നാം ഇങ്ങനെ സക്കസ് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു ഓരോ പ്രാവശ്യം മുകളിലേക്ക് വന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സക്കഷൻ വഴി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, കുലഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥയാണ് വാട്ടറിന് വരുന്നത്, അതിനകത്തുള്ള ലിക്വിഡ് വരുന്നത്. അപ്പോൾ അതിനുള്ള മോളിക്യൂൾസിന് എന്തുമാത്രം ഫ്രിക്ഷനാണ് വരുന്നത്, എന്തുമാത്രം എനർജിയാണ് അതിൽ നിന്ന് റിലീസ് ആവുന്നത്. ആ എനർജി ഞാൻ പൾസാറ്റില്ല സക്കസ് ചെയ്തു. ഞാൻ ഇത് തീരെ പൾസാറ്റിന്റെ അല്ലെങ്കിൽ ഞാനിപ്പോ ആസിഡ് ഫോഴ്സ് സക്കസ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ സൾഫ്യൂരിക് ആസിഡ് പോട്ടെ, ഏറ്റവും സ്ട്രോങ് സൾഫ്യൂരിക് ആസിഡ് തന്നെ ഞാൻ സക്കസ് ചെയ്തു. ഈക്വലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈക്വലായിട്ട് ഇങ്ങനെ ഒരു കുലഞ്ഞ് എനർജി റിലീസ് ചെയ്യുന്നത് പൾസാറ്റിലയുടെ എനർജിയും ഇതിന്റെ എനർജിയും ഒന്നല്ല. ഇത് ഞാൻ എപ്പോഴും മനസ്സിൽ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ എനർജി ഈ ക്ലാസ്സിൽ എനിക്ക് നമുക്ക് പുനർവിചിന്തനം ചെയ്യേണ്ട കാര്യമാണ്. ഈ എനർജി അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നതോ നാം 5 or 6 പേരിൽ അറിയപ്പെടുന്നു. കൈനറ്റിക് എനർജി ഉണ്ട്, ഫ്രിക്ഷൻ എനർജി ഉണ്ട്, അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന വസ്തു താഴേക്ക് വന്നു, അതിന് മുകളിൽ ഇരിക്കുമ്പോൾ ഒരു കൈനറ്റിക് എനർജിയാണ് ഉള്ളത്. താഴെ വീഴുമ്പോൾ അതിനൊരു ഡൈനാമിക്, അതായത് താഴോട്ട് വീഴുന്ന ആ ഒരു ഗതികോർജം ആണ് ഉള്ളത്. ഇനി അത് നമ്മൾ അതിനെ ഉരയ്ക്കുന്നു, അപ്പോൾ ഫ്രിക്ഷൻ എനർജി അതിനുണ്ട്, ഹീറ്റായിട്ട് വരുന്നു. പിന്നെ എനർജി ഹീറ്റായിട്ട് കോൾഡായിട്ട് എന്താണ് വേണ്ട, എനർജിയെ കുറിച്ചുള്ള അനേക കാര്യങ്ങളുണ്ട്. നിയതമാണ്, വളരെ കൂടുതലൊന്നും അങ്ങ് കാട് കയറി പറയേണ്ട എനർജി എന്ന് പറയുന്നത്. പക്ഷേ
ഈ എനർജി എല്ലാം ഒരുപോലെ അല്ല എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഒന്നാമത്തെ ഘടകം. ഇപ്പൊ ഓരോ എനർജിയും ഇപ്പൊ ഗോൾഡിൽ നിന്ന് ഞാൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു എന്ന് വെക്കുക, അതും സിൽവറിൽ നിന്ന് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു എന്ന് വെക്കുക. ഇതും എങ്ങനെ ഒന്നാണ്, ഇലക്ട്രിസിറ്റിയുടെ ലെവലിൽ ഒന്നാണ്. നാം ഇപ്പൊ മറ്റേ ദണ്ട് വരച്ചു, ഇങ്ങനെ കാണിച്ചു, സ്റ്റാറ്റിക് എനർജി ആദ്യം കണ്ടെത്തി, അദ്ദേഹത്തിന് വളരെ അറിയാതായി, അദ്ദേഹം ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച ആളായി. അതേസമയം നാം ഡൈനാമോ മാഗ്നറ്റിങ്ങിനെ കറക്കി മാഗ്നറ്റിക് ലെവൽസിനെ എല്ലാം കൂടെ പൊട്ടിച്ച് വയറിലൂടെ ഒഴിക്കും. അപ്പോഴേക്കും അത് മാഗ്നറ്റ് നിന്ന് കിട്ടുന്ന ഇലക്ട്രിക്കൽ എനർജിയായി. ഇന്ന് ലോകം മൊത്തം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണല്ലോ. നാം ഈ മാഗ്നറ്റിനെ കറക്കുന്നു, മാഗ്നറ്റിൽ നിന്നുള്ള എനർജി മുഴുവനും വെള്ളം, അത് കറക്കാൻ വേണ്ടി മാത്രമായി വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ആദ്യകാലം കുട്ടികൾക്കെല്ലാം തോന്നുന്നു ഈ വെള്ളത്തിൽ നിന്നാണ് കറണ്ട് ഉത്പാദിപ്പിക്കുന്നത്. ഒരു വെള്ളത്തിലെ ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ട്, അതിൽ ഇങ്ങനെ അല്ലല്ല. വലിയ ഡൈനാമോ ഈ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഫോഴ്സിന് തുടർച്ചയായിട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുന്നതിനുള്ള ആ പാനലിന് ഒരു ഫോഴ്സിങ് എഫക്റ്റ് മാത്രമായിട്ടേ വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ മാഗ്നറ്റിന്റെ ആ ഒരു ഇത് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ അത് ഉണ്ട്. അത് ആക്ച്വലി ഇറ്റ് ഈസ് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഭൂമിയിലും ആ മാഗ്നറ്റിസം ഉണ്ട്. ഭൂമിയിലും ഇതുപോലെ വേറിട്ട് കിടക്കുന്ന ചില വസ്തുക്കളിൽ മാഗ്നറ്റിസം ഉണ്ട്. ആ മാഗ്നറ്റ് വസ്തുക്കൾ നമുക്ക് പറിച്ചെടുക്കണം, മാഗ്നറ്റ് നമുക്ക് നിർമ്മിക്കാം. അപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പച്ചിരുമ്പിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് മാഗ്നറ്റ് പുറത്തേക്ക് വരുന്ന മാഗ്നറ്റ് പുറത്ത് വിടുന്നു. അത് മാത്രമാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ലെങ്കിൽ ഈ പച്ചിരുമ്പ് വെറും പച്ചിരുമ്പായിട്ടിരിക്കും. ആ പച്ചിരുമ്പിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് അത് റോൾ ചെയ്ത് തന്നെ പാസ് ചെയ്യണം. ചുമ്മാ കറണ്ട് പാസ് ചെയ്താൽ പോരാ, റോൾ ചെയ്ത് തന്നെ പാസ് ചെയ്യണം. ഇനി ഈ ഇലക്ട്രിസിറ്റിയുടെ മറ്റൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയുന്നത്, പോയിന്റഡ് ആയിട്ടുള്ള എൻസിലാണ് മാഗ്നറ്റിനും ഇലക്ട്രിസിറ്റിക്കും കൂടുതൽ പവർ ഉള്ളത്. അപ്പൊ മാഗ്നറ്റ് ഒരു പോയിന്റ്, സൂചി പോലുള്ള പോയിന്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റിന്റെ പവർ ഇരിക്കുന്ന പോയിന്റ് ഏരിയയിലാണ്. നാം ഉദ്ദേശിക്കുന്നു ഇതിന്റെ ബാക്ക് വലിയ കനത്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇലക്ട്രിഷൻസ് മാഗ്നറ്റ്സ് അതിന്റെ വേവ്സ് പോകുന്നു എന്നുള്ളതാണ്. ഇല്ല, ഈ മാഗ്നറ്റ്സിനെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. ഈ മോട്ടർ ഇങ്ങനെ കറങ്ങുമ്പോൾ ഇതിന്റെ മാഗ്നറ്റ്സിനെ ഖണ്ഡിച്ചിട്ട് അതിൽ കളിച്ചിരിക്കുന്ന വയറിലൂടെ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ പാസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. ഇലക്ട്രോൺ പാസ് ചെയ്യുന്നതിന്റെ ജസ്റ്റ് വിപരീതത്തിൽ കറണ്ട് ഉണ്ടായിരിക്കുന്നു. അപ്പൊ നമുക്ക് അത് ഉപയോഗിച്ച് കറക്കാവുന്ന മെഷീൻസ്, പിന്നെ മോട്ടോറുകൾ കറക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റി, നമ്മുടെ ഈ ഇലക്ട്രിക്കൽ വേൾഡ് തന്നെ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വേറും മാഗ്നറ്റിന്റെ ലോകമാണ് മാഗ്നറ്റ്. അതാണ് നാം കാണുന്നത്. ഇപ്പോ ഈ ഇലക്ട്രോണിക്സും സിലിക്ക പോലുള്ള ചെറിയ പദാർത്ഥങ്ങളും ഫോട്ടോണും ഇപ്പൊ വെച്ചിട്ട് ലൈറ്റ് കൂടുതലായിട്ട് ചേർന്ന് വരികയാണ്. ഇനി വരുന്ന കമ്പ്യൂട്ടറിന്റെ ലോകത്തിലൊക്കെ ലൈറ്റും ഈ കോണ്ടത്തിന്റെ ആയിട്ടുള്ള ഭാഗത്തിൽ വരുന്നു. ഇനി സഞ്ചരിക്കുന്നതിന് വാഹനങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം ഈ ലൈറ്റുമായിട്ട് ചേർന്ന് വരാൻ ഇലക്ട്രോൺസ് പോലെ ഫോട്ടോൺസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ബ്രൗണിയൻ മൂവ്മെന്റ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ ബ്രൗണിയൻ മൂവ്മെന്റ് വഴി ഞാൻ ചോദിക്കട്ടെ, ഈ ബ്രൗണിയൻ മൂവ്മെന്റ് വഴി ഒരു സിസ്റ്റത്തിനകത്തിരിക്കുന്ന പദാർത്ഥം സ്ഥിരമായിട്ട് എന്ത് വരുന്നു? അവർക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള എനർജി കീപ്പ് ചെയ്യാൻ കഴിയും. അതാണ് നാം സക്കസ് ചെയ്ത് വെച്ചാലും ആ പദാർത്ഥത്തിന് പൊട്ടൻസിയിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ആ പൊട്ടൻസി അധികമായിട്ടൊന്നും ക്ഷയിച്ചു പോകുന്നില്ല എന്നുള്ളത്. അതാണ് ഞാൻ ബ്രൗണിയൻ മൂവ്മെന്റ്. എനിക്ക് ചുമ്മാ ഓർക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഈ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ആചാര്യനായ, വളരെ ചെറുപ്പത്തിലെ നമ്മുടെ ഈ ഒരു മാത്തമാറ്റീഷ്യൻ ഉണ്ട്, തമിഴ്നാടുകാരൻ. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മാജിക് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. നമുക്ക് ഈ മാജിക് സ്ക്വയർ നിങ്ങൾക്ക് എല്ലാം തയ്യാറാക്കാൻ ആലോചിക്കുമ്പോൾ 1, 2, 3, 4 ഈ മാജിക് സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? 1 കഴിഞ്ഞിട്ട് 2 താഴെയാണ് വരുന്നത്. പിന്നെ 4 സൈഡിൽ 5, 6 ഒരേ ലൈനിൽ വരുന്നു, 7, 8, 9 വരെ വരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ 15, 16 ആയിരിക്കും. ഒരു 16 ആണെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിയാലും 16 ആയിരിക്കും. അതിന്റെ തുല്യ ആകെ തുക എന്ന് പറയുന്നത് 16 ആണ്. ഇതുപോലെയാണ് ഈ പൊട്ടൻസിയിലെ ആ മെഡിസിന്റെ സ്ഥിതി എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ബ്രൗണിയൻ മൂവ്മെന്റ്സ് എപ്പോഴും ഒരു മൂവ്മെന്റ്സ് ഇങ്ങനെ അടിച്ച് മുകളിൽ ചെന്നിട്ട് അതിന്റെ സർഫസിൽ നിന്ന് വേറെ ലൈനിലേക്ക് അങ്ങനെ തിരിച്ചു പോകും. ഈ മാജിക് സ്ക്വയർ ഞാനിവിടെ പറയാൻ കരുതുന്നത്, ഈ മാജിക് സ്ക്വയറിലെ 1 കണക്ട് ചെയ്ത് രണ്ടാമത്തേതിൽ കണക്ട് ചെയ്ത് 2ൽ നിന്ന് ഒരു 3ാമത്തെ ഒരു വര വരച്ച്, 3ൽ നിന്ന് 4ാമത്തെ വരച്ച്, 4ൽ നിന്ന് 5ാമത്തെ വരച്ച്, 5ൽ നിന്ന് 6ാമത്തെ വരച്ച്, 6ൽ നിന്ന് 7ാമത്തെ, ഇതെല്ലാം എന്തിനാണ്? കൺസ്റ്റിറ്റ്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ്, എനർജി ലെവൽ ഒന്നും കണക്കാക്കാം. അങ്ങനെ ഒരു എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ആ ചിത്രം ഒന്ന് നോക്കൂ. നമ്മുടെ ആര്യഭട്ട എന്ന് പറയുന്ന ഒരു വലിയ സാറ്റലൈറ്റ് ഉണ്ടല്ലോ. എന്തിനാ ആദ്യത്തെ ആര്യഭട്ട ആക്കിയത്? ഏറ്റവും ബലവത്തായ ഒരു സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാണ് ആര്യഭട്ട. അതിന്റെ സ്ക്വയർ കിട്ടും ആര്യഭട്ട. അതുപോലത്തെ ഒരു സാധനം കിട്ടും, ഒരു ചിത്രം കിട്ടും. അപ്പൊ അത് 1ഉം 2ഉം മാത്രമാണ്. 1A, 1B, 1C, അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് 2A, 2C, 2B. ആ 2 പക്ഷേ ഇരിക്കുന്നത് ഈ മാജിക് സ്ക്വയറിൽ താഴെയാണെന്ന് ഓർക്കണം. അപ്പൊ ആ സിസ്റ്റത്തിൽ ഇങ്ങനെയുള്ള എന്തോ ഒരു സംവിധാനം വഴി ഇത് സുസ്ഥിരമായിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം
അത് അക്വയർ ചെയ്യുകയും ആ അക്വറൻസ് എന്ന് പറയുന്ന എനർജിയുടെ ആ ഒരു സംജ്ഞ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്റ്റലീകരണം നടക്കുന്നതെന്നാണ് ഞാൻ സ്വയം അന്ന് തന്നെ ചോദിച്ചല്ലോ, ക്രിസ്റ്റലുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മുടെ പുസ്തകത്തിലൊക്കെ നോക്കിയിട്ട് അധികം വായിക്കാൻ പറ്റിയില്ല. ഇതിന്റെ ഈ ലേയേഴ്സ് ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് എനർജിയാണ് പിന്നെ ഇതാണ് എന്ന് എനിക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ ഇത് പുതിയതായിട്ട് പറയുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ബ്രൗണിയൻ മൂവ്മെന്റും ഇതിന്റെ ഈ സിസ്റ്റത്തിൽ ഒരു പാത്രം സ്ക്വയർ ആണെങ്കിലും അങ്ങനെ റൗണ്ട് ആണെങ്കിലും ഈ മോളിക്കുലർ മൂവ്മെന്റ്സ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എനർജി സുസ്ഥിരമായിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് പോർഷൻ, ഒരു സംവിധാനമാണ്. അതിന് നമ്മൾ എനർജി കൊടുത്തു വെച്ചാൽ പിന്നെ അതിലേക്ക് ഹീറ്റ് കുറച്ച് വെച്ചിരുന്നാൽ അതിന് കൂടുതലായിട്ട് കുറഞ്ഞിരിക്കും. ഹീറ്റ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് വളരെ കൂടുതൽ വരികയും ചെയ്യും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഹീറ്റ് ആക്കിയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഫ്രിഡ്ജിൽ ആക്ഷൻ ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. കാര്യം ഞാൻ മൂന്നാറിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ നല്ല തണുപ്പില് നല്ല മെഡിസിൻ ആക്ഷൻ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പൊട്ടൻസി മെഡിസിൻസ് എല്ലാം വളരെ നല്ല തണുപ്പിലാണ് അവിടെ ഇരിക്കുന്നത് ചില മെഡിസിൻസ്. പക്ഷെ ഈ ഫ്രീസറിൽ വെച്ചാലും ഈ ആൾക്കഹോൾ എന്ത് വരില്ല, അത് ഫ്രീസ് ആവില്ല. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് ചെയ്തു നോക്കണം. നമ്മുടെ മെഡിസിൻ എടുത്ത് ഫ്രീസറിനകത്ത് കയറ്റി വെച്ച് നോക്ക്, അതൊന്നും സംഭവിക്കില്ല. ഇത് ഇത്രയും ഹീറ്റ് അതിന് എവിടെ നിന്നിരിക്കുന്നു? അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ എൻട്രോപ്പി എന്തുകൊണ്ട് കുറയുന്നില്ല? ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത്. ഞാൻ ഈ സ്പിരിറ്റും മെഡിസിനൊക്കെ കുറച്ച് നാൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നോക്കി. എന്നുവെച്ചാൽ മൂന്നാറിൽ എത്തുമ്പോൾ നല്ല തണുത്ത മെഡിസിൻസ് നല്ല ആക്ഷൻ ആയിരുന്നു. അന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിന് പുറമേ ഭാഗം പിടിച്ചാൽ. പക്ഷെ അകത്ത് നല്ല കൺസൈസായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഈ സ്പിരിറ്റിന് വേറൊരു കുഴപ്പം വരില്ല, വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. അപ്പൊ അത് പറയാൻ വേണ്ടിയാണ്. ഇനി വാട്ടറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. വാട്ടർ നമ്മൾ അത്ര ശ്രദ്ധിച്ച് തന്നെ കളയേണ്ട കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വാട്ടറുമായിട്ട് നമ്മുടെ ഇതിനകത്ത് യാതൊരു ബന്ധമില്ല. നമ്മൾ ഡിസ്പെൻസ് ചെയ്യുമ്പോൾ വാട്ടർ ചേർത്ത് കൊടുക്കുന്നു. വാട്ടർ തന്നെ അതിനകത്ത് ഈ പറയുന്ന എനർജി ലെവലിനെ കൺസെപ്റ്റ് ചെയ്യാനും കൂടുതലായിട്ടുള്ള സർഫസ് ഏരിയ കിട്ടുന്നുണ്ടാവാം. നമ്മുടെ ഇനി എല്ലാവരും മറന്നു പോകുന്ന കാര്യമാണ് നമ്മുടെ സെൽസ് എന്ന് പറയുന്നത്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇൻ ഡിസീസ് എന്നാണ് നമ്മുടെ സെൽസിനെ കുറിച്ച് ഹനുമാൻ തന്നെ പറയുന്നത്. ഹനുമാൻ ഹോമിയോപ്പതി ഈസ് എ സിസ്റ്റം ഓഫ് സയൻസ് എന്ന് പറയുന്ന ആദ്യത്തെ ഡെഫിനിഷനിൽ ഡ്യൂ ടു ഹൈപ്പർ സെൻസിറ്റീവ് ഇൻ ഡിസീസ് എന്നും പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിത്തിൻ ദ റിവേഴ്സിബിൾ ലിമിറ്റ് എന്നും പ്രത്യേകം പറയുന്നുണ്ട്. ഡിസീസ് റിവേഴ്സിബിൾ ലിമിറ്റ് ആയിരിക്കുമ്പോൾ മാത്രമേ ഹോമിയോപ്പതിക്ക് കൂടുതൽ ആക്ഷൻ വരുന്നു. അല്ലാതെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ പൊട്ടൻസിയും സിംഗിൾ റെമഡിക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം. ഡൈനാമിക് റെമഡീസ് ഉന്നയിക്കാൻ ഇതിന്റെ റിവേഴ്സിബിൾ ഉണ്ട്. എന്നാൽ നമ്മളിപ്പോൾ എടുത്തയാടെ അനേകം കേസസ് നമ്മൾക്ക് ടിഞ്ചർ ഉപയോഗിക്കുന്നു. നമ്മൾ ലോവർ പൊട്ടൻസീസ് തന്നെ വളരെ മിക്സ് അധികമായിട്ട് അധികം മെഡിസിൻസ് ഉപയോഗിക്കും. ഇതൊക്കെ നമ്മൾ അത് ഡൈനാമിക് എന്നുള്ളതിന് പകരമായിട്ട് സിസ്റ്റമിക് മറ്റൊരു ലെവലിലാണ്. എന്നാലും അത് തൽക്കാലം നമുക്കൊരു ക്യൂർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു റിക്കവറിക്ക് സാധ്യത വരുന്നു. കാരണം ആ ഡിസീസ് ആ ലെവലിലുള്ളതാണ്. അത് ക്യൂർഡായിട്ട് തീരെയും ഡൈനാമിക് ലെവലിൽ എത്താതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേക പാളിയിൽ വരുന്ന മുറിവ്, വ്രണങ്ങള്, അതിനുള്ള സമയമേ വരുന്നുള്ളൂ. ഇപ്പൊ ഇൻഫ്ലമേഷൻ വന്ന് ന്യൂമോണിയ വന്നു, അതൊരു ഡൈനാമിക് ഡിസീസാണ്. ബാക്ടീരിയൽ ആയിട്ട് വന്ന ന്യൂമോണിയ മയാസും ബാക്ടീരിയ ആയിട്ട് വന്നു. അതിനെ നമ്മളിപ്പോൾ ഡൈനാമിക് ആയിട്ട് കേസ് എടുത്തു. സിംഗിൾ റെമഡി കാലി കാർബ് കിട്ടി. ആ കാലി കാർബിന്റെ സിംറ്റമറ്റോളജി അയാൾ വരണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഡൈനാമിക് ലെവലിൽ എത്തിയിരിക്കും. നമുക്ക് കേസ് എടുത്തിട്ടും കിട്ടുന്നില്ല. നമ്മൾ ഡൈനാമിക് സമയം ചെയ്യില്ല, നമ്മൾ തികയുന്നില്ല. ഒരു പക്ഷേ നമുക്കത് ക്യൂർ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ കാലി കാർബ് കൊടുത്താൽ ആ കേസ് എന്തായാലും കുറയും. അന്നേരം അത് ക്യൂർ ആയത് ഡൈനാമിക് ലെവലിലാണോ അല്ലെങ്കിൽ മെറ്റീരിയൽ ലെവലിലാണോ നമ്മൾ നോക്കാറില്ല. ആ ഡിസീസ് ഡൈനാമിക് ലെവലിലാണ് എന്ന്, അല്ലെങ്കിൽ ഒരു രോഗം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഈ 3 പാളികളിൽ ആയിട്ട് ചേർന്നാണ് വരുന്നത്. അത് മയാസ്മാറ്റിക് എന്നോ അല്ലെങ്കിൽ ക്ലീവേജ് ലെവലിൽ സ്റ്റഡി ചെയ്യാനോ അല്ലെങ്കിൽ ഡൈനാമിക് ലെവലിൽ സ്റ്റഡി ചെയ്യുന്നത് എല്ലാം നമ്മുടെ സ്റ്റഡി അല്ലെങ്കിൽ അതിനും നമ്മൾ കൂടുതൽ അറിവിനെ നമ്മളെ സഹായിക്കുന്നു. പ്രാക്ടിക്കലി ആയിട്ട് ഇതിനെ കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ ഈ ബോഡിയിലെ ചെറിയ രീതിയിലെങ്കിലും വളരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ ഡൈനാമിക്സം മാത്രം. മാഗ്നറ്റിക് കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞെങ്കിലും മാഗ്നറ്റിന്റെ ലെവലിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതിനെ മെറ്റീരിയൽ പോലെയാണ്. മാഗ്നറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയേക്കാൾ എത്രയോ പദാർത്ഥം വാസ്തവികമാണ്. കുറെ കൂടി തിക്കായിട്ടുള്ള ഒരു റേസാണ് മാഗ്നറ്റിക് റേസ്. ഇനി ഈ പദാർത്ഥങ്ങൾ അതുപോലെ തന്നെ എന്തുകൊണ്ട് സോൾവ് ചെയ്യുന്നു? ഇപ്പൊ റിസോൾവ്യൂഷൻ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. വസ്തുക്കൾ റിസോൾവ് ചെയ്യുന്നത്, ഒരു വസ്തു റിസോൾവ് ചെയ്യുന്നത് അതിനകത്തുള്ള ഈ വാട്ടറിന്റെ മോളിക്യൂൾസിന് ധാരാളം സ്പേസ് ഉണ്ട്. അതിനിടയ്ക്ക് ഈ മറ്റേ സൊല്യൂട്ടിന്റെ പാർട്ടിക്കിൾസ് എല്ലാം കയറി ഞെരുങ്ങി ഒടുക്കം അത് പൂരിതമാകുന്നു. അല്ലെങ്കിൽ സൊല്യൂഷൻ ഈസ് കംപ്ലീറ്റ് ആയിട്ടും അതിന് ഇനി ഇടമില്ലാത്ത രീതിയിൽ തന്നെ പൂരിതമാകുന്നു. അതേസമയം നമ്മൾ അല്പം ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇടം വികസിക്കുന്നു. എന്നിട്ട് അവിടെ കൂടുതൽ സൊല്യൂട്ട് കയറിയിരിക്കും. കൂടുതൽ ലായകം ലായനിയിൽ കുറച്ചുകൂടെ സൊല്യൂട്ട് കാണും. പിന്നെ തണുത്ത് വരുമ്പോൾ ആ ലായനി നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്ത് താഴോട്ട് തള്ളി വിടുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെ?
ഈ മോളിക്യൂൾസിന് എപ്പോഴും അവരുടേതായിട്ടുള്ള സ്ഥിതി വിശേഷം സൂക്ഷിക്കുന്നതിനുള്ള കപ്പാസിറ്റി, ടെൻഡൻസി ഉണ്ട്. ടെൻഡൻസി ടു കീപ് ദെയർ ഓൺ സ്റ്റെബിലിറ്റി. അവരുടെ അസ്തിത്വം സൂക്ഷിക്കുന്നതിന്, അവരുടെ നിജമായിട്ടുള്ള സ്ഥിതി എപ്പോഴും സൂക്ഷിക്കുന്നതിന് എല്ലാ വസ്തുക്കൾക്കും ഉണ്ട്. അതല്ലെങ്കിൽ ആ വസ്തുവല്ല, ഒരേ വസ്തു മാത്രമായി പോയത്. ആദ്യം ഹീലിയം മാത്രം ഉണ്ടായി, പിന്നെ ഹൈഡ്രജനായി, അതിനുശേഷമാണ് ഈ സണ്ണുണ്ടായി. സണ്ണിൽ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് ഈ മറ്റ് പദാർത്ഥങ്ങൾ, വസ്തുക്കൾ ഉണ്ടായെന്നാണ് പ്രപഞ്ചത്തിന്റെ ഇപ്പോഴത്തെ ഒരു നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത്. എനർജി ലെവലിലാണ് ആദ്യം ഉണ്ടായതെന്നും അതിന്റെ ഈ വലിയ മഹാവിസ്ഫോടനത്തോടുകൂടി വസ്തുക്കളെല്ലാം വേർതിരിഞ്ഞു വന്നു. അതിലാണ് ചെറിയൊരു കാര്യത്തിന് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്, സിലിക്കൺ എങ്ങനെ ഉണ്ടായി, ഗോൾഡ് എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ രത്നം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ കുറിച്ച് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ നിസ്സാരമായ കാര്യമല്ല. ഇത്രയും വൈപല്യമായിട്ടുള്ള 103 മൂലകങ്ങളും വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയുക, വ്യത്യസ്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, നമ്മുടെ ശരീരത്തിൽ അത് എങ്ങനെ പ്രവർത്തിച്ചു, നാം എങ്ങനെ ഈ ജീവിതത്തിലായിത്തീർന്നു, ഇതിനോടൊപ്പം തന്നെ എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടവർക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ സോൾവ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു. ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് അതാണ്. മിസിബിലിറ്റി എന്ന് പറയുന്നത് മിശ്രണവും അതുപോലെ തന്നെ സൊല്യൂബിളായിട്ട് മാറ്റി കിടക്കുക മാത്രമല്ല, ഈ സ്പിരിറ്റിലെ ഈ പദാർത്ഥങ്ങൾ മിശ്രണം ചെയ്തിട്ട് അറിയാൻ കൂടി കഴിയാത്ത രീതിയിൽ അവ വ്യാപിച്ചിരിക്കും. ഇതിനകത്ത് 6 7 അല്ലെങ്കിൽ 600 700 അല്ലെങ്കിൽ 60,000 ആയിക്കോട്ടെ, ഈ കോടിക്കണക്കിന് വാട്ടർ മോളിക്കൂളിനിടയ്ക്ക് 60,000 അയണിന്റെ മോളിക്കൂള്, പെറമേറ്റിന്റെ മോളിക്കൂളോ, ഗോൾഡിന്റെ മോളിക്കൂളോ അല്ലെങ്കിൽ പൾസാറ്റിലയുടെ ഏതാണ് ഏറ്റവും ചെറിയ പാർട്ട്, അത് ഇങ്ങനെ വിതരണം ചെയ്ത് കിടക്കുന്നു, മിശ്രണമായി കിടക്കുന്നു എന്നുള്ള ആ സങ്കല്പം, അതിൽ നിന്ന് എനർജിയുടെ വൈബ്രേഷൻ മൂവ് ഔട്ട്, ഒരു ഡ്രോപ്പ് ഒഴിച്ച് ആക്കിലെടുത്ത് നമ്മൾ 10 ml ഒരു ഗ്ലോബ്യൂളിൽ മെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ക്രിസ്റ്റൽസ് എല്ലാം അതിൽ പിടിച്ചിരുന്നു എന്ന് സങ്കല്പിക്കാം. ഇനി ആ ഒരു ഗ്ലോബ്യൂളാണ് എടുത്ത് വെള്ളത്തിട്ടിട്ട് അതിന് 10 ml ആക്കി അല്ലെങ്കിൽ 30 ml ആക്കി അത് 3 നേരമായിട്ട് കൊടുക്കാനാണ് ഹനുമാൻ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ പ്രിൻസിപ്പിൾ, അത് തന്നെയാണ് നാം പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ നാം അത് ചെയ്യുന്നു. പക്ഷെ ഇതിന്റെ ഈ കണക്കിനാണ് നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിന് എനിക്ക് ഈ കാര്യം ഞാൻ പറയുന്നെങ്കിലും ഇതിനെ മെറ്റീരിയലിസ്റ്റിക് എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയാത്തത് കാരണം ഇതാണ്. അപ്പൊ മെറ്റീരിയലിസ്റ്റിക് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇങ്ങനെയുള്ള ചില സാധ്യതകൾ കൂടി പരിഗണിച്ച് വേണം നാം ഈ മോഡസ് ഓപ്പറൻഡി എന്ന് പറയുന്ന കാര്യത്തെ മനസ്സിലാക്കാൻ. ഇനി മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് മെഡിസിൻ ഇൻ ദ എന്നുള്ളതാണ് മോഡസ് ഓപ്പറൻഡി എന്നുള്ള വാക്കിനർത്ഥം. അത് നമുക്കറിയാം. ഇനി ഈ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഈ പ്ലാന്റ്സിലും അനിമൽസിലും ഒരുപോലെയാണ്. സമയം അടുത്ത് വരുന്നത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഈ പ്ലാന്റ്സിനെ എങ്ങനെയാണ്, ഞാനിപ്പോൾ പ്ലാന്റ്സിൽ സ്പ്രേ ചെയ്തു എന്ന് പറയുകയാണ്. ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി ഞാൻ ഓരോ കോമ്പിനേഷൻ്റെയും മോളിക്യൂൾസ് എനർജി ലെവൽസ് വ്യത്യസ്തമായിട്ട് പഠിച്ചു. ഇപ്പോൾ പൾസാറ്റില പഠിച്ചു, മെസീറിയും പഠിച്ചു, വെറിബറീസ് പഠിച്ചു, ഇങ്ങനെയൊക്കെ ഓരോന്ന് പ്രത്യേകം പഠിച്ചിട്ട് ഞാനിത് മിക്സ് ചെയ്ത് നോക്കി. എന്നിട്ട് അത് പ്ലാന്റ്സിൽ ഒരേപോലെ തന്നെ സ്പ്രേ ചെയ്ത് നോക്കി. ഈ ഓരോ തവണയും ഓരോന്നിൽ വരുന്ന വ്യതിയാനങ്ങൾ വായിച്ചിട്ട് ഒരു ഗുണകരമായിട്ടുള്ള ഒരു കുറച്ച് എലിമെന്റ്സ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അവയെ ഞാൻ ഒന്നിച്ചാക്കി സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് വഴി അബ്സോർവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത്. നാക്ക് വഴി നാം ഭക്ഷണ വഴി ഇൻറ്റെസ്റ്റൈനൽ വഴി നാം ഫുഡ് മെറ്റീരിയൽസും അബ്സോർവ് ചെയ്യുന്നത് പോലെ തന്നെ ഈ മെഡിസിനൽ സബ്സ്റ്റൻസസ് വാസ്തവത്തിൽ ഇതിന്റെ ഈ ഇലകളുടെ സ്റ്റൊമാറ്റ എന്ന ഭാഗത്ത് കൂടി അകത്ത് കയറുകയും ആ ലീഫിൽ അത് മെറ്റബോളിസത്തിനെ സഹായിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ അവ തത്തുല്യമായിട്ടുള്ള ഒരു റിയാക്ഷൻ സാധ്യത ഉണ്ടാക്കിയിട്ട് അവ ഒരു എലിമെന്റ്സിനെ പുറത്തേക്ക് വിടുകയോ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എല്ലാ വസ്തുക്കൾക്കും ഇപ്പോൾ പ്ലാന്റ്സിനെ സംബന്ധിച്ച് എൻസൈംസ്, ഹോർമോൺസ് ഉണ്ട്, പിന്നെ നമ്മുടെ മെറ്റബോളിസത്തിൽ വരുന്ന ഇലക്ട്രോൺസ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് പോലുള്ള സിന്തറ്റിക്സും അതുപോലെ പുറത്തുനിന്ന് കൊടുക്കുന്ന ന്യൂട്രിയൻസ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ പ്രോഡക്ട്സ് ഉണ്ട്. ഈ വൈറ്റമിൻസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, എക്സ്റ്റേണൽ ആയിട്ട് കിട്ടുന്നുണ്ട്, പുറമേ ആകമേയും കിട്ടുന്നുണ്ട്. ഈ പ്ലാന്റ്സിന് വൈറ്റമിൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം പ്ലാന്റ്സിന് ഒരുപോലെയാണ്. എൻസൈംസ് ഉണ്ട്, അതുപോലെ വൈറ്റമിൻസ് അവ പുറമേ തനിയെ ഉണ്ടാക്കുന്നു. അവിടെ വൈറ്റമിൻസ് മാത്രം അവർക്ക് പുറമേ കൊടുക്കണ്ട. ഇലക്ട്രോലൈറ്റ്സ് പുറമേ കിട്ടണം. ഹോർമോൺസ് സ്വയം സിന്തസിസ് ചെയ്യുന്നു. എല്ലാ എൻസൈംസും ഈ പ്ലാന്റ്സിന്റെ വർക്കുകളെല്ലാം നടക്കുന്ന എൻസൈംസ് മാത്രം വഴിയാണ്. അവ ഫ്ലവർ ചെയ്യുന്നു, അവ കായ്ക്കുന്നു, അവ ഫെർട്ടിലൈസ് ചെയ്യുന്നു, എല്ലാത്തിലും എൻസൈംസിന്റെ സാന്നിധ്യമുണ്ട് പ്ലാന്റ്സിന് എല്ലാം. ഇവയുടെ സെൻസേഷനും അവയ്ക്ക് തിരിച്ചറിയാനുമുള്ള കഴിവുണ്ട്. അവ വളരെ കൂടുതൽ നെർവസ് ആയിട്ട്, ഇപ്പം മൈമോസയുടെ കാര്യമൊക്കെ ആദ്യം തന്നെ ജെസി ബോസ്, നമ്മുടെ ആദരണീയനായിട്ടുള്ള ഈ പ്ലാന്റ് സൈക്കോ സയന്റിസ്റ്റ്, അദ്ദേഹം ഇത് ഈ മൈമോസ പൂടിക എന്ന് പറയുന്ന തൊട്ടാവാടിയിലാണ് പരീക്ഷണം നടത്തിയത്. അതിന്റെ ആ ഒരു കാല് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പ്ലാന്റ്സിന്റെ ആ റൂട്ട് കാല് പോലെ മുട്ടിങ്ങനെ മടങ്ങുന്ന പോലെ മടങ്ങിയിട്ടുണ്ട്. അത് മതി ആ മൈമോസയുടെ ആ ഒരു സ്വഭാവം തന്നെ നാം ഇപ്പോൾ പല രോഗങ്ങൾക്കും ഇപ്പം ഒരു പച്ചമരുന്നൊക്കെ ഇങ്ങനെ കണ്ട് പലരും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നാമത് ഇത് ഷുഗറിനൊക്കെ ആയിട്ട് ധാരാളമായിട്ട് അത് കൊടുക്കുന്നു.
അപ്പൊ അത് ഇവിടെ അത് ഞാൻ പറഞ്ഞത്, ഈ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്റ്റഡി ഒന്നുമില്ല. ഇപ്പൊ റൂട്ട് വഴി അബ്സോർബ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ചുറ്റുമുള്ള വളം അവ എന്തോ ഒരു ഭാഗം അബ്സോർബ് ചെയ്യുന്നതിനായിട്ട് പ്രവർത്തിച്ചതാക്കിയിട്ട് അതിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ ചില സ്റ്റഡീസ് ഉണ്ട്. പേരിന് ചുറ്റും അവയ്ക്ക് ഒരു സസ്യം നിന്നതിന്റെ ചുറ്റും ആ സസ്യത്തിൻ്റെതായിട്ടുള്ള മറ്റ് ചില സസ്യങ്ങൾ കൊണ്ടുവച്ച് അത് മറ്റ് ചിലത് വെച്ച് നന്നായി വരും. പക്ഷെ ആ സസ്യം തന്നെ കൊണ്ടുവച്ച് ഒരു പക്ഷേ ശരിയായി വരില്ല. അന്നേരം കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടത് ഓരോ സസ്യത്തിനും ഓരോ ഏരിയയിലും ഓരോ പ്രദേശ രാജ്യങ്ങളിൽ തന്നെയും ഒരു സസ്യം അതിന് വേണ്ടതിന്റെ അല്ലെങ്കിൽ അവയിൽ നിന്ന് എടുക്കുന്ന അതിനനുസരിച്ച് മാത്രമേ അവയുടെ ശരീരത്തിലുള്ളൂ. അവയുടെ ശരീരം എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിലുള്ളത്. എന്നാൽ ഇവ സൂക്ഷിച്ച് വെക്കുന്നതിന് ഞാൻ വളരെ ആദ്യമേ പറഞ്ഞ ഒരു ഭാഗം മാറ്റി വെക്കാൻ പറഞ്ഞു. ഈ കാര്യം പറയാനാണ്. ഈ സൂക്ഷിച്ച് വെക്കുന്നതിനും അവയുടെ സ്വഭാവം സൂക്ഷിക്കുന്നതിനുമുള്ള ആ ഒരു സ്വഭാവം ഈ പ്ലാന്റ്സിന് മാത്രമായിട്ടുള്ളതാണ്. ഇപ്പോൾ ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത് ബയോടെക്നോളജിയിൽ ഇതിനേക്കുള്ള ഈ മെഡിസിൻസിന്റെ ആ സ്റ്റഡിയിൽ ഇത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് നിൽക്കുന്നത്. കാര്യം എല്ലാം പ്ലാന്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രിസ്റ്റൽസ് എല്ലാം അവയുടേതായിട്ട് തനതായ സ്വഭാവം സൂക്ഷിക്കുന്നു. അപ്പോൾ എല്ലാം പൊട്ടാഷ്യത്തിന്റെ സാൾട്ടാവാം, ഫോസ്ഫറസിന്റെ സാൾട്ടാവാം. ഞാൻ നേരത്തെ ആര്യഭട്ട എന്ന് പറഞ്ഞല്ലോ, ആര്യഭട്ടയുടെ ആ ഷേപ്പ് കണ്ടോ? ആ ഷേപ്പ് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ അലിയം സറ്റൈവയിലും നെക്സോമിക്കയിലും രണ്ട് ക്രിസ്റ്റൽസ് ഉള്ളത്. നെക്സോമിക്കയിൽ ഒരു ക്രിസ്റ്റലുണ്ട്, ഇത്തിരി വ്യത്യാസമായിട്ടിരിക്കും. പക്ഷേ ആര്യഭട്ടം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആര്യഭട്ടം ഇരിക്കുമ്പോഴാണ് അലിയം സറ്റൈവ വെളുത്തുള്ളിയിലിരിക്കുന്നത്. അതൊരു അല്ലൈൽ കോമ്പൗണ്ട് ആകാൻ സാധ്യതയുണ്ട്. അല്ലൈൽ കോമ്പൗണ്ടുകളുടെ പ്രത്യേകത അവ തനിയെ തന്നെ സെറ്റിലാവുക വരുന്നു. അതായത് വിരിഞ്ഞ് ഒരു ലിക്വിഡ് സൊല്യൂഷനിൽ നമ്മൾ ഇട്ടം ഒഴിച്ചു കഴിഞ്ഞാലും 2 തുള്ളി ഒഴിക്കുമ്പോൾ അത് തിരിച്ചു പോകും. പിന്നീട് അത് തിരിച്ച് തന്നെ അവയുടെ കീപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സെൻറ്റൻസി ഉണ്ട്. അല്ലൈൽ കോമ്പൗണ്ട്സിന് ഉണ്ട്. അത് മിക്കവാറും അത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ചതാണ്. സൾഫർ കോമ്പൗണ്ട്സ് ഉള്ളതുകൊണ്ടാണ്. സൾഫർ അലൈൽ കോമ്പൗണ്ട്സ്. അപ്പൊ ഈ സൾഫർ കോമ്പൗണ്ട്സ് ആണ് ഇതിന് കാരണം ഉണ്ടാക്കുന്നത് പ്ലാന്റ്സിൽ. ഈ അലൈൽ എന്ന് പറയുന്ന ആ ഒരു കൺസിസ്റ്റൻസി. അപ്പൊ അതാണ് അലയിലേതായിട്ടുള്ള കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്ലാന്റ്സ് എലിയും മറ്റുമൊക്കെ തീർക്കുന്നത്. ഇൻസെക്ടിസൈഡ് ആയത് ഈ പ്ലാന്റ്സിൽ ഈ മെഡിസിൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മെഡിസിൻ സ്പ്രേ ചെയ്യുമ്പോൾ വരുന്നത് എന്നെല്ലാം ലത്തീഫ് സാർ ഒരിക്കൽ പറഞ്ഞിരുന്നു. അലയിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ മരച്ചിനിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കാണും. ആ മരച്ചിനെ പിഴുത് ഒരിടത്ത് കൂട്ടി വെച്ചാൽ അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം എലി വന്നതില്ല. പച്ച മരച്ചിനെ അവിടെ വെച്ചിരുന്നാൽ എലി തൊടില്ല. കാരണം ഈ പച്ച മരച്ചിനിയുടെ ഭാഗത്ത് ആ അലയിലെന്ന് പറഞ്ഞ കോമ്പൗണ്ട് വേറൊരു ശാസ്ത്രജ്ഞനെ കാശ് കൊടുത്ത് പുള്ളി പഠിച്ചതാണ്. അന്ന് ഞാൻ ഇവിടെ ഇത് കണ്ടിരുന്നു. എൻ്റെ ഒരു ഫോമിൽ ഞാൻ കണ്ടമാനം മരച്ചിനുകൾ 10-64 ഞാൻ തന്നെ നട്ടു. എൻ്റെ അരുവത്തൂടെ എന്നും വലിയൊരു പെരിച്ചാഴി എന്നും പൊയ്ക്കൊണ്ടിരുന്നു. ഈ പെരിച്ചാഴി പോയിട്ട് ഈ പെരിച്ചാഴി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ 2 പ്ലോട്ടിൽ പിന്നെ നട്ടു. മഴക്കാലത്ത് ഈ കപ്പ പുറത്തേക്ക് വന്നിങ്ങനെ ഇരിക്കും, മണ്ണ് മാറി. അതിനെ ഒരു എലി പോലും നോക്കിയിട്ട് പോയില്ല. അതിൽ കുറച്ച് ഗ്രീൻ കളർ കാണും, കാരണം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സൂര്യപ്രകാശം കൊണ്ട് ക്ലോറോഫിലായിരുന്നു. അല്ലാതെ എലി അതിനെ തൊട്ടു. അപ്പോൾ അത് അലയിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ പിഴുത് വെച്ചിട്ട് ഞാൻ മൂന്നാറിൽ ഇടുക്കി ജോലിയിൽ ആയി പോയപ്പോൾ കപ്പ പിഴുത് വെച്ചിട്ട് പോയി. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് നിർത്തി വന്നപ്പോൾ അതിനെ ഉണങ്ങിയിരിക്കുന്ന ഭാഗത്തൊക്കെ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യ കാലങ്ങളിൽ മുല്ലപ്പൂറിലെ കിഴങ്ങൊക്കെ മരുന്ന് പുരട്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എലി വരും തൊടില്ല. അപ്പൊ അതാണ് പാർട്ടിക്കിൾസ് അബ്സോർബ്ഡ് പ്ലാന്റ്സിൽ എന്ന് പറയുന്നത്. റൂട്ട് വഴി അബ്സോർബ് ചെയ്താലും അവ നമ്മൾ സ്പ്രേ ചെയ്ത് സ്റ്റൊമാറ്റോ വഴി അബ്സോർബ് ചെയ്താലും മെറ്റബോളിസത്തിൽ ലീഫിൽ വെച്ചാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. അതായത് ഇതിന് എയറിന്റെ സാന്നിധ്യമില്ല. ഈ എയറിൽ വേണ്ട സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ ഫോട്ടോസിന്തസിസ് നടക്കും. അവിടെ ആ ഭാഗത്തിന് നമ്മളിപ്പോൾ ഈ സ്പ്രേ മെഡിസിൻസിനും ഇലകളിലുള്ള ലീഫിനൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് നടക്കുന്ന ഫോട്ടോറിലേഷനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അത് നല്ലതാണ്. ഇനി സീറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമ്മൾ എവിടെയെങ്കിലും ഒരു പാർട്ട്, വാട്ട് ഈസ് ദ പാർട്ട്, ഇപ്പൊ ഇവിടെ ഒരു പാർട്ട്, ഇതൊരു പാർട്ടാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഓർഗനെയാണോ അത് ബാധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമ്മൾ ആര് പറഞ്ഞു, മറ്റേ വഗർ ബോർഡിംഗ് ആസനൊക്കെ എടുത്ത് വായിച്ചാൽ ഒരു വാട്ട് ഈസ് ദ പാർട്ട് ഈസ് ആക്ച്വലി ഇത് ടെൽസ് വാട്ട് ഈസ് ഇൻസൈഡ് ടു ദാറ്റ് ഏരിയ. കാർഡിയത്തിൽ പെയിൻ വന്നാൽ ഹാർട്ടിന്റെ പെയിൻ ആണെന്ന് നമുക്കറിയാം. അതുപോലെ അല്ല, അങ്ങനെ അത്ര സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമല്ല, മറിച്ച് റീജിയണൽ ആയിട്ടുള്ള മറ്റു ചില കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ബാക്ക് പെയിൻ വന്നു, അത്ര അകത്തോട്ടുള്ള അവിടെ ഒരു ഓർഗനും ഇല്ല. അത് ലങ്സിന്റെ പോർഷനിലുള്ള എവിടെയെങ്കിലും പോർഷനിൽ ചെറിയൊരു ഹേമമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടായാലും അതിന്റെ പോർഷൻ പുറമേ വരും. കുറെ നാൾ കഴിഞ്ഞ് അവിടെ ചെറിയ ഇഞ്ചക്ഷൻ എടുത്തെടുത്ത് പൂജ കഴിച്ചതിന് ശേഷം അവിടെ ചെറിയ കുരുക്കുത്ത് പോലെ പുറത്തോട്ട് വരുന്നു. ഞാൻ അനുഭവത്തിലുണ്ട്. പൂജ കൊണ്ട് ചുവന്നോട് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പണ്ട് വളരെ ചെറുതായിരുന്നപ്പം ഈ വൈറസ് ഇതുണ്ടല്ലോ പെൻസിലിനൊക്കെ എടുത്തു കുഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു എനിക്ക് ഇപ്പൊ ശരിക്കും അതിൽ നിന്നുള്ള വിടുതൽ കിട്ടിയപ്പോൾ നമുക്കുണ്ടാകുന്ന ജനറലായിട്ടുള്ള വെൽബീയിങ്
എന്ന് പറയുന്നത് ഇപ്പോൾ അലോപ്പതി മരുന്ന് മാത്രം കഴിച്ച് ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുന്ന ഒരു പേഴ്സൺ മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. MBBS ആയ ഡോക്ടറെ ഹോമിയോപ്പതിയെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ ഒട്ടും കഴിയില്ല. കാരണം അത് ഇല്ലാതാക്കി അവർ പഠിച്ചു വന്നിട്ടാണ് അത് ഒരു ഡിഗ്രി അവർ കഴിച്ചത്. അപ്പോൾ ഹോമിയോപ്പതി കഴിച്ച് നമ്മൾ ഇതിനെ തിരിച്ചു കൊണ്ടുവന്ന് ലെവലിലാക്കി, നെർവസ് ലെവലിലാക്കി, ഫ്ലൂയിഡിന്റെ ലെവലിലാക്കി നാം ഈ മനുഷ്യനെ ഒരു തിരിച്ച് വെളിച്ചത്തിലാക്കി കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് ഈ ഹോമിയോ കൊണ്ടുവരുന്നത്. പണ്ട് കാലത്ത് ഞാനവിടെ ഹോമിയോപ്പതി ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഒരു ഡോക്ടർ ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടു. നല്ല തെളിച്ചമായിരുന്നു. ആരെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയാമെന്ന് എനിക്ക് അറിഞ്ഞ രവീന്ദ്രൻ നായർ സാറിന്റെ വൈഫിനെയാണ് ആദ്യമായിട്ട് ഞാൻ ഹോമിയോപ്പതി ഡോക്ടറായിട്ട് കണ്ടത്. ഞാൻ സ്കൂളിൽ നെയ്യാറ്റിൻകര ബോയ്സ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, സ്കൂളിൽ. അപ്പൊ ഞാനാണെങ്കിൽ ചെവിയിൽ ഒരു ചെറിയ പ്രശ്നം വന്നു. അതോടുകൂടി എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ വേർതിരിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ വലിയ ഓഫീസർ വല്ല ആയിരുന്നു, ചെവി ഒന്ന് ദോഷപ്പെട്ടു പോയി. ചെറുതായിട്ട് ചെവിയിൽ ഒരു ഫ്ലൂയിഡ് ഒലിച്ചു വന്നു. കാരണം ഞാൻ ഉടനെ ഒന്ന് ഇദ്ദേഹത്തെ ചെന്ന് കാണാമെന്ന ഹോമിയോടെ കൊണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ ആദ്യമായിട്ട് ഹോമിയോ കഴിക്കാൻ പോവുകയാണ്. ആ നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൽ ഹോമിയോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നു. അവരെ ഞാൻ കുറേ വർഷം ഹോമിയോപ്പതിയിൽ അഡ്മിഷൻ കിട്ടിയിട്ട് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ കാണാൻ അവര് അദ്ദേഹത്തിന്റെ വൈഫാണ്. അങ്ങനെ അവരുടെ ആ വെളിച്ചം ശരിക്കും പറഞ്ഞ ഒരു വെള്ള വസ്ത്രം, ശരിക്കും എനിക്ക് നല്ല വെളിച്ചം. അതിനുശേഷം ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ഫോട്ടോസ് നല്ല തെളിഞ്ഞ വെളുത്ത ആൾക്കാരാണ്. ഹോമിയോ കൂടുതൽ കഴിച്ചാൽ നമുക്ക് പ്രകാശം പൂരിതമായ രീതിയിലാകും എന്ന് എനിക്കൊരു തോന്നൽ വന്നു. വാസ്തവത്തിൽ അത് ശരിയാണ്. ക്ലാരിറ്റി എന്ന് പറയുന്ന ക്ലൻസിങ് എന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ ഈ ഹയർ ഡൈല്യൂഷൻസിന്റെ മെഡിസിൻസ് തന്നെ നമുക്ക് മനസ്സിലാകും. മറ്റേ മെഡിസിൻസ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഈ ജീവന്റെ കോശങ്ങളെ ഒട്ടും അടക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ സംജ്ഞ, മറ്റു പല ഹ്യൂമേഴ്സ്, ഞാൻ ഹ്യൂമേഴ്സിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ വന്ന് എനിക്ക് തോന്നിയത്. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സമയം കഴിഞ്ഞു പോയി, ഓർത്തില്ല. സമയം ഒരുപാട് കഴിഞ്ഞോ? 2 ആ, മിനിറ്റാണ്. 1 മിനിറ്റാണ് ഇനിയുള്ളത്. എനിക്ക് ഇനി അധികം ഇല്ല. ഇപ്പൊ ഇത്ര മാത്രം തന്നെ. ഈ സീറ്റ് ഓഫ് ആക്ഷൻ ഓഫ് മെഡിസിൻ ഒക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാ മെഡിസിനും സീറ്റ് ഓഫ് ആക്ഷൻ കൂടുതലായിട്ടുണ്ട്. അവ കറക്റ്റ് സ്കെച്ചിൽ വരികയാണെങ്കിൽ മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഈ പ്രവർത്തന തത്വത്തിനുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ മൊഡാലിറ്റീസ്, നമ്മുടെ ഫോളോ അപ്പ് റെമഡീസ്, നമ്മുടെ ആന്റിഡോട്ട്സ്, നമ്മുടെ കോംപ്ലിമെന്റ്സ്. ഈ കോംപ്ലിമെന്ററി റെമഡീസ് ഒക്കെ എങ്ങനെ ഉണ്ടായി? നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെഡിസിൻ നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ അതിന്റെ മെഡിസിനൽ പ്രിൻസിപ്പിൾസ് മെഡിസിൻ പ്രൂവ് ചെയ്തിട്ട് അതിന്റെ സിംറ്റമറ്റോളജി മുഴുവൻ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ കോംപ്ലിമെന്ററീസ് കണ്ടെത്തിയത്? എങ്ങനെ ആന്റിഡോട്ട്സ് കണ്ടെത്തി? എങ്ങനെ നമുക്ക് ഇതിനെ ഫോളോ അപ്പ് ഉണ്ടെന്ന് കണ്ടെത്തി? ഇതെല്ലാം ഈ സിംറ്റമറ്റോളജി എല്ലാ വസ്തുക്കൾക്കും കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനും സംജ്ഞ ഒന്നാണെന്നും അവ കോറിലേറ്റ് ചെയ്ത് വരുവേ, അല്ലാത്തവ അടുത്ത സിംറ്റം കേസ് ടേക്കിംഗ് വേറെ ഓർഗനോണിൽ തന്നെ പറയുന്നുണ്ട്. അടുത്ത കേസ് ടേക്കിങ്ങിൽ നമ്മൾ കുറേ സിംറ്റംസ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ബാക്കി വരുന്ന സിംറ്റംസ് മാത്രം എടുക്കുമ്പോൾ വേറൊരു മെഡിസിനാണ് വരുന്നത്. ആ മെഡിസിനാണ് കൂടുതൽ ഇതിന്റെ ഈ ശക്തി കൂടുതൽ. ഇവിടെ ആ പദാർത്ഥത്തിന്റെ എനർജി എന്ന് പറയുന്നതും ഈ പദാർത്ഥത്തിന്റെ എനർജി ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആ വ്യതിരിക്തമായിട്ടുള്ള വ്യത്യസ്തത എന്ന് പറഞ്ഞ സിംറ്റമറ്റോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും തമ്മിൽ കോറിലേറ്റ് ചെയ്ത് നമുക്ക് എനർജി ലെവലിലും ഡൈനാമിക്സിന്റെ ലെവലിലും സ്റ്റഡി ചെയ്യാവുന്നതാണ്. ഇനി ഈ മോളിക്യൂൾസ്, അതർ മോളിക്യൂൾസ്, മെറ്റബോളിസത്തിൽ വരുന്ന കുറെ ഘടകങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ്, അടുത്തൊരു ക്ലാസ് ആയിട്ട് എടുക്കാം. കണ്ടിന്യൂഷനായിട്ട് വേണമെങ്കിൽ അടുത്ത ദിവസം എടുക്കാം. ജീവനുള്ളവയുടെ സ്വഭാവത്തിന് കാരണങ്ങളുണ്ട്. ഇപ്പം ജീവനുള്ളവ വളരുന്നു, സെൽഫ് റിപ്പയർ ചെയ്യുന്നു, ആഹാരം, മെറ്റബോളിസം ഉണ്ട്, ശ്വസനമുണ്ട്, പ്രത്യുൽപാദനം, ഇതെല്ലാം ജീവനുള്ളവ ചെയ്യും. ജീവനില്ലാത്തവയ്ക്ക് ഇതൊന്നും ഇല്ലേ? നിങ്ങൾ ചോദിച്ചിരുന്നു, കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇവിടെ ഭൂമിയിൽ ഇരിക്കുന്ന എല്ലാ വസ്തുക്കളും ഒരു കണക്കിന് റേഡിയേഷൻ ഉണ്ടാകും. എല്ലാത്തിനും ഹാഫ് ലൈഫ് ഉണ്ടാകും. കൂടുതലുണ്ടെന്നാണ്. ഏത് പാറയും കുറെ നാൾ കഴിയുമ്പോൾ സുഷിരങ്ങൾ വീഴും. കാരണം ഇടയ്ക്കുള്ളവയുടെ ലൈഫ് വേറെയും അകത്ത് പുറത്തുനിന്നുള്ളതിന്റെ ലൈഫ് വേറെയുമാണ്. അതേപോലെ ലൈഫ് എന്ന് പറയുന്നതിന്റെ രൂപവും സ്വാദസ്യങ്ങളെല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതിനും നമ്മുടെ കോശങ്ങളിലുള്ള സ്ഥിതിയും സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ആ ഒരു ടെൻഡൻസി, സ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരുക്കപ്പെടൽ, അതാണ് ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ജീവനുള്ളത് വളരുന്നു, സെൽഫ് റിപ്പയർ ചെയ്യുന്നു, ആഹാരം, മെറ്റബോളിസം, ശ്വസനം, പ്രത്യുൽപാദനം എല്ലാം ഉണ്ട് നമ്മൾ പഠിക്കുന്നു. പക്ഷേ ഈ വസ്തുക്കൾ അതേപോലെ സൂക്ഷിച്ച് അതേപോലെ തന്നെ ഇരിക്കുന്നതിന് ആ ശരീരത്തിന് മാത്രമേ ഉള്ളൂ. ജീവന്റെ ശരീരത്തിന് മാത്രമേ ഈ ഒരു സ്വഭാവമുള്ളൂ. ജീവനില്ലാത്തവ നേരത്തെ പറഞ്ഞ ആത്മീയം ഒക്കെ ആയിട്ട് നമ്മുടെ ബോഡിയിലും ചില വസ്തുക്കൾ ഇങ്ങനെ ഇപ്പൊ അയഡിന് ഒറ്റ ഇഞ്ചക്ഷൻ കൊണ്ട് നമുക്ക് തൈറോയ്ഡ് ക്ലിയർ ചെയ്യാം. 130 അയഡിൻ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ട്. വളരെ ഡൈനാമിക് ആയിട്ട് ചിലതെല്ലാം ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്ത് തൈറോയ്ഡ് അങ്ങനെയൊക്കെ വരുന്നത്. അത് ഡൈനാമിക് ലെവലിലാണ് വരുന്നത്. ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്തായാലും പറയാം. സോയിലിട്ട് ഇനി ബാക്കി കിടക്കുന്നു. സോയിലിനെ പറ്റി പറയാം. 2 മിനിറ്റ് ഇപ്പൊ അധികമായിരിക്കാണ്. ഡിസ്കഷനുള്ള സമയം കിട്ടുന്നില്ല.
പിന്നെ അടുത്ത ദിവസം ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് ഞാൻ നമുക്ക് ആ, അവസരം കിട്ടും. എന്തായാലും ഇച്ചിരി വളരെ ടഫായിട്ടുള്ള ഒരു വിഷയമാണ് ഡോക്ടർ എടുക്കുന്നത്. എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. കാരണം ഞാൻ ഈ പറയുന്നതിനെ ഇന്ന് പറഞ്ഞതിന് ചില കാര്യങ്ങൾ എനിക്കൊരു തീർപ്പും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു എന്നത് തുടർന്ന് എനിക്ക് കാണാൻ കഴിയട്ടെ എന്നും കൂടി ഞാൻ സ്വയം എല്ലാവരോടും കൂടി ചോദിച്ചുകൊണ്ട് ഇന്ന് തന്ന ഈ അവസരത്തിന് നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആ, നന്ദി ഡോക്ടറെ. ഇനി നമുക്ക് സമയമില്ല എങ്കിലും അത്യാവശ്യം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് സമയം കൂടെ നമുക്ക് എടുക്കാം. ഹാൻഡ് റേസ് ചെയ്താൽ മതി. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് ആരും സംശയങ്ങളൊന്നും ഇല്ല. എന്തായാലും ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന് നന്ദി പറയുന്നതിന് എബ്രഹാം മൊയ്തീൻ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. എബ്രഹാം മൊയ്തീൻ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാവോ? എബ്രഹാം മൊയ്തീൻ ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യാവോ? അവസാനമാണ് കയറിയെന്ന് തോന്നുന്നു ഡോക്ടർ. അതിൽ നമ്മൾ സമയം ഇത്ര ആയതുകൊണ്ട് ഞാൻ നമുക്ക് ഇന്നത്തെ സൂം ഇവിടെ അവസാനിപ്പിക്കാം. എന്തായാലും വളരെ ഒരു വ്യത്യസ്തമായ ഒരു ക്ലാസ്സാണ് സാർ എടുക്കുന്നത്. ഇന്ന് നമുക്ക് ഔഷധ പ്രവർത്തന തത്വം മോഡസ് ഒപ്പാറൻഡി എന്ന ഒരു വിഷയത്തിലാണ് സാറ് ക്ലാസ് എടുത്തത്. ഇതിന്റെ ബാക്കി ഭാഗവും എത്രയും വേഗം നമുക്ക് എടുത്തു തരണം. ഇന്ന് ഇത്രയും നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്ന മഷൂർ ഡോക്ടർക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ 1975 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. വീണ്ടും ഇതിന്റെ ബാക്കിയുമായി എത്രയും വേഗം വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.